Hello students, welcome back. The new chapter is the S-block elements. In S-block elements, we have two groups, that is group 1 and group 2. Group 1 is called alkali metals except hydrogen, and group 2 is called alkaline earth metals. First of all, group 1, that is alkali metals. Alkali metals നമ്മൾ ഹൈഡ്രജൻ ഒരു ചാപ്റ്റർ ആയിട്ട് പഠിച്ചു. ഹൈഡ്രജന്റെ പൊസിഷനിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ട്, പക്ഷേ ഇറ്റ് ഹാസ് മോർ റിസംബ്ലൻസ് വിത്ത് ആൽക്കലി മെറ്റൽ. അതുകൊണ്ട് പീരിയഡിക് ടേബിളിൽ ഹൈഡ്രജന്റെ പൊസിഷൻ ഫസ്റ്റ് ഗ്രൂപ്പിൽ തന്നെയാണ്. ഓക്കെ, ബട്ട് ദാറ്റ് ഹാവ് സം റിസംബ്ലൻസ് വിത്ത് ഹാലജൻസ് ഓൾസോ. അതുകൊണ്ട് അതിൻ്റെ പൊസിഷനിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ട് എന്നുള്ളത് ശരിയാണ്, ബട്ട് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഹൈഡ്രജൻ അല്ലാത്ത എലമെൻറ്റ്സ് അതാണ് നമ്മൾ പഠിക്കുന്നത്: ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം ആൻഡ് ഫ്രാൻഷ്യം. Okay, these are the members of first group elements, and we have to discuss the properties of alkali metals, and properties are of three types: atomic properties, physical properties and chemical properties. Atomic properties are the properties which depends on the electronic configuration directly. Okay, and physical properties are the properties which can be observed without any change in its permanent chemical പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പെർമനൻറ്റ് കെമിക്കൽ നേച്ചർ. അതായത് അതിൻ്റെ കെമിക്കൽ കമ്പോസിഷനിൽ വ്യത്യാസം ഇല്ലാണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ലൈക്ക് കളർ, സ്മെൽ എക്സെട്ര. ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ദോസ് ആർ ദ പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി ഒബ്സർവ്ഡ് ഓൺലി വിത്ത് എ കെമിക്കൽ ചേഞ്ച്. ഓക്കെ, അപ്പോൾ അറ്റോമിക് പ്രോപ്പർട്ടീസിന് എക്സാമ്പിളാണ് അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോലെയുള്ള പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വി ആർ മൂവിങ് ടു അറ്റോമിക് പ്രോപ്പർട്ടീസ്. അറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഹെഡിങ് കൊടുത്തത്. ആദ്യം അറ്റോമിക് പ്രോപ്പർട്ടീസ്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം അറ്റോമിക് പ്രോപ്പർട്ടീസ് ഡയറക്ട്ലി ഡിപ്പെൻഡ്സ് ഓൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതുകൊണ്ട് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത്? നമ്മൾ ലിഥിയം എടുത്താൽ ലിഥിയം അറ്റോമിക് നമ്പർ 3 and that is 1s2 2s1 ആണ്. ഓക്കെ, ഹൈഡ്രജൻ ഈസ് അറ്റോമിക് നമ്പർ 1 1s1. ഇതിനെ നമ്മൾ ഇതിൽ എടുക്കുന്നില്ല. ഇനി സോഡിയം അറ്റോമിക് നമ്പർ 11, ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2 2s2 2p6 3s1 ആണ്. ഓക്കെ, അപ്പോൾ 1s2 2s2 2p6 എന്ന് വെച്ചാൽ നിയോണിൻ്റെ കോൺഫിഗറേഷൻ ആണ്. ആഫ്റ്റർ ദാറ്റ് 3s1. സോ ദ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ആഫ്റ്റർ ദ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ദേ ഹാവ് ns1. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആൻഡ് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയെ താഴേക്ക് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്കറിയാം ജനറൽ ട്രെൻഡ് നമ്മൾ പീരിയഡിക് ക്ലാസിഫിക്കേഷൻ പഠിച്ചതാണ്. ദ അറ്റോമിക് റേഡിയെ ജനറലി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ജനറലി ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചത് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ഡിഫറെൻറ്റ് ഷെൽസ്. ഓക്കെ, ഇലക്ട്രോൺസ് അടുത്തടുത്ത് ഒരു ഇതിൽ ഇവിടെ ഇപ്പോൾ 2s1 ആണ്, ഇവിടെ 3s1 ആണ്. ഇത് എൽ ഷെല്ലാണ്, ഇത് എം ഷെല്ലാണ്, അടുത്ത എൻ ഷെല്ല്, പിന്നത്തെ ഒ ഷെല്ല്, പി ഷെല്ല്, അങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ്. മാത്രമല്ല ഇന്നർ ഇലക്ട്രോൺസിൻ്റെ അകത്തുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഷീൽഡിംഗ് എഫക്റ്റ് എന്ത് ചെയ്യും? ഷീൽഡിംഗ് എഫക്റ്റ് കൂടും. ഓക്കെ, ഇന്നർ ആസ് ദ നമ്പർ ഓഫ് ഇന്നർ ഇലക്ട്രോൺസ് ഇൻക്രീസസ്, മേലേക്ക് ഇങ്ങനെ അടുത്ത ഓർബിറ്ററിലേക്ക് ഇങ്ങനെ അടുത്ത ഷെല്ലിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുമ്പോൾ ഷീൽഡിംഗ് എഫക്റ്റ് കൂടും. ഷീൽഡിംഗ് എഫക്റ്റ് കൂടുമ്പോൾ ന്യൂക്ലിയർ അട്രാക്ഷൻ, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുമ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് എ ട്രെൻഡ് ഓഫ് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയെ. നമ്മളൊരു ആറ്റം സോഡിയം, അതേപോലെ അതിൻ്റെ അയോൺ സോഡിയം അയോൺ കൊടുക്കുകയാണെങ്കിൽ അതിൽ സ്മോളർ ഏതായിരിക്കും? സോഡിയം അയോൺ ആയിരിക്കും. എ കാറ്റയോൺ ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ആൻ ആനയോൺ ബിക്കോസ് വെൻ വി റിമൂവ് ആൻ ഇലക്ട്രോൺ the effective nuclear charge increases. നെഗറ്റീവും പോസിറ്റീവ് നോക്കുമ്പോൾ പോസിറ്റീവ് കൂടുതലാണ്. സോ ദാറ്റ് ഇലക്ട്രോൺസ്, ദ റിമൈനിങ് ഇലക്ട്രോൺസ് വിൽ ബി ഹെൽഡ് ടൈറ്റ്ലി ടു ദ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ അറ്റോമിക് റേഡിയം അയോണിക് റേഡിയം നോക്കിയാൽ അയോണിക് റേഡിയെ കുറവായിരിക്കും, ബട്ട് അറ്റോമിക് റേഡിയ ആൻഡ് അയോണിക് റേഡിയ ഫോളോസ് ദ സെയിം ട്രെൻഡ് ദാറ്റ് ജനറലി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, ആൻഡ് ഈ അറ്റോമിക് റേഡിയനെയും അയോണിക് റേഡിയനെയും ഡയറക്ട്ലി എഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ അറ്റോമിക് റേഡിയം അയോണിക് റേഡിയം കാരണം ഡയറക്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഇറ്റ് ഈസ് എനർജി റിക്വയർഡ് ടു റിമൂവ് എൻ ഇലക്ട്രോൺ ഫ്രം എൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. ഓക്കെ, അപ്പോൾ താഴേക്ക് പോകുന്നതിനനുസരിച്ച് സൈസ് കൂടുന്നു. അപ്പോൾ സൈസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനുള്ള ഈസിനെസ് കൂടും. ദാറ്റ് മീൻസ് ലെസ് എനർജി ഈസ് റിക്വയർഡ് ഫോർ ദ റിമൂവൽ. നിങ്ങൾക്കറിയാം അയോണൈസേഷൻ എൻതാൽപ്പി ജനറലി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അപ്പോൾ ആൽക്കലി മെറ്റൽസിൽ അതിൽ യാതൊരു എക്സെപ്ഷനും. പി ബ്ലോക്കിലേക്ക് പോകുന്ന സമയത്ത് ചില എക്സെപ്ഷൻസ് അറ്റോമിക് റേഡിയയിലും ഉണ്ടാവും, അയണൈസേഷൻ എൻതാൽപ്പിയിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അറ്റോമിക് റേഡിയ ആൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഫോളോസ് ദ ഓപ്പോസിറ്റ് ട്രെൻഡ്. ദാറ്റ് മീൻസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഹൈഡ്രേഷൻ മീൻസ് കവറിംഗ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾ ബൈ വാട്ടർ മോളിക്യൂൾ ആണ്. നമ്മളൊരു സൊല്യൂട്ട് പാർട്ടിക്കിൾ എടുക്കുക, ആ സൊല്യൂട്ട് പാർട്ടിക്കിളിനെ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടർ മോളിക്യൂൾ ഇതിനെ കവർ ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈഡ്രേഷൻ. ജനറലി ഇറ്റ് ഈസ് നോൺ ആസ് സോൾവേഷൻ.
ഓക്കെ, നമ്മൾ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഒക്കെ തെർമോഡൈനാമിക്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ടെൻഡൻസി ആർക്കാണോ ഹൈഡ്രേറ്റഡ് ആവാനുള്ളത് അവർ കൂടുതൽ എനർജി റിലീസ് ചെയ്യും. സോ ഹയർ ദ ടെൻഡൻസി ടു ഗെറ്റ് ഹൈഡ്രേറ്റഡ്, ഹയർ ദ ഹൈഡ്രേഷൻ എൻതാൽപ്പി, ആൻഡ് ദിസ് ഹൈഡ്രേഷൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് നെഗറ്റീവ്. അപ്പോൾ കൂടുതൽ എനർജി റിലീസ് ചെയ്തുകൊണ്ട് ആരാണോ ഹൈഡ്രേറ്റഡ് ആവുന്നത് അവർക്കാണ് എന്താണ് ഹൈഡ്രേഷൻ ടെൻഡൻസി കൂടുതൽ. അപ്പോൾ ഹൈഡ്രേഷൻ എൻതാൽപ്പി ആർക്കാണ് കൂടുതൽ എന്ന് വെച്ചാൽ എന്താ, കൂടുതൽ എനർജി റിലീസ് ചെയ്യാണ്, ലാർജർ നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ അവിടെ നമ്മൾ എടുത്ത ലിഥിയം പ്ലസ് അയോഡുകളാണ്, സോഡിയം പ്ലസ്, പൊട്ടാഷ്യം പ്ലസ്, റുബീഡിയം പ്ലസ്, സീഷ്യം പ്ലസ്. അപ്പോൾ ഇതിന്റെ സൈസിന്റെ ഓർഡർ എന്താ, ലിഥിയം സ്മോളർ ദാൻ, Na പ്ലസ് സ്മോളർ ദാൻ, K പ്ലസ് സ്മോളർ ദാൻ, Rb പ്ലസ് സ്മോളർ ദാൻ, സീഷ്യം പ്ലസ്. ദിസ് ഇസ് ഓർഡർ ഓഫ് അറ്റോമിക് അയോണിക് റേഡിയ ഓർ സൈസ്. എനിക്ക് അയോണിക് റേഡിയന്റെ ഓർഡർ ആണത്. അപ്പോൾ ഒരു സ്മോളർ അയോൺ, ഇപ്പോൾ നിങ്ങൾ നോക്കാം, ഇതിന്റെ ടോപ്പാണ്. ഓക്കെ, ഇതിന്റെ പെന്നാണ്. ഇപ്പോൾ ഈ സൊല്യൂട്ട് പാർട്ടിക്കിളിനെ സോൾവെന്റ് മോളിക്യൂൾ എന്ത് ചെയ്യാണ്, കവർ ചെയ്യാണ്. ഇതിന് സോൾവെന്റ് മോളിക്യൂൾ കവർ ചെയ്യുമ്പോൾ അത്രയും എളുപ്പമല്ല. സോ സ്മോളർ അയോൺസ് ആർ മോർ ഹൈഡ്രേറ്റഡ്. ഓക്കെ, സ്മോളർ ദ സൈസ്, ഹയർ ദ ഹൈഡ്രേഷൻ എൻതാൽപ്പി. അതുകൊണ്ട് ലിഥിയം പ്ലസിന് ഹൈഡ്രേഷൻ എൻതാൽപ്പി ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ Na പ്ലസ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ K പ്ലസ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ Rb പ്ലസ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സീഷ്യം പ്ലസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, smaller the size, higher the hydration, and higher the energy released. That means higher the hydration enthalpy, and that order is given here. Okay, and the next property, that is physical properties. നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറ്റോമിക് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റാലിക് ക്യാരക്ടർ. യു നോ ആൽക്കലി മെറ്റൽസ് മീൻസ് ഓൾ ആർ മെറ്റൽസ്. പീരിയഡിക് ടേബിളിൽ രണ്ട് ടൈപ്പ് പ്രോപ്പർട്ടി ആണുള്ളത്. ഒന്ന് മെറ്റാലിക് ക്യാരക്ടറും മറ്റൊന്ന് നോൺ മെറ്റാലിക് ക്യാരക്ടറും. മെറ്റാലിക് ക്യാരക്ടർ ഈസ് എ ക്യാരക്ടർ ഒബ്സർവ്ഡ് അല്ലെങ്കിൽ ക്യാരക്ടർ ഷോൺ ബൈ ദ റിലീസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണെ കൊടുത്തുകൊണ്ട് കാണിക്കുന്ന ക്യാരക്ടറാണ് മെറ്റാലിക് ക്യാരക്ടർ. അപ്പോൾ സോഡിയത്തിന് ഒരു ഇലക്ട്രോണെ കൊടുക്കാൻ കഴിയുന്നതുകൊണ്ട് ദാറ്റ് ആക്ട് ആസ് എ മെറ്റൽ. ക്ലോറിന് ഒരു ഇലക്ട്രോൺ സ്വീകരിക്കാൻ പറ്റുന്നതുകൊണ്ട് ദാറ്റ് ആക്ട് ആസ് എ നോൺ മെറ്റൽ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണെ കൊടുക്കാനുള്ള ടെൻഡൻസി താഴേക്ക് പോകുന്നതിനനുസരിച്ച് കൂടും. കാരണം എന്താ, അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നുണ്ട്. അയണൈസേഷൻ എൻതാൽപ്പി കുറയുമ്പോൾ ഇലക്ട്രോൺ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റും. സോ ഡൗൺ ദ ഗ്രൂപ്പ് ദ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. ഓക്കെ, ആൻഡ് ഡെൻസിറ്റി, ആൻഡ് യു നോ താഴേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സൈസ് കൂടുന്നുണ്ട്. സൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ബിക്കോസ് ഓഫ് ദ ലാർജർ സൈസ് ദ ഡെൻസിറ്റി ഇൻക്രീസസ്, ബിക്കോസ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, അപ്പോൾ മാസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് താഴേക്ക്, അതുകൊണ്ട് മാസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സൈസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡെൻസിറ്റി എന്ത് ചെയ്യാണ്, ഡെൻസിറ്റി ജനറലി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടറും പറഞ്ഞു, ഡെൻസിറ്റിയും പറഞ്ഞു. ഇറ്റ്സ് വെരി സിമ്പിൾ. മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ദ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കലി മെറ്റൽസ് ആർ ലോ. കാരണം ഇവർക്ക് വാലൻസ് ഷെൽ, ഇപ്പോൾ സോഡിയം എടുത്താൽ സോഡിയത്തിന് വാലൻസ് ഷെല്ലിൽ 1s2 2s2 2p6 3s1 ആണ്. വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ്, ട്രാൻസിഷൻ എലമെന്റ്സ് ഒക്കെ എടുത്താൽ അവിടെ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഒരു ഇലക്ട്രോൺ, ഇപ്പോൾ നമ്മൾ Fe ആണ് എടുക്കുന്നതെങ്കിൽ Fe അറ്റോമിക് നമ്പർ 26 ആഫ്റ്റർ ദ കോൺഫിഗറേഷൻ ഓഫ് ആർഗൺ. ആഫ്റ്റർ ആർഗൺ എന്ന് വെച്ചാൽ 1s2 2s2 2p6 3s2 3p6. ഓക്കെ, 4s2 3d6 ആണ്. അപ്പോൾ വാലൻസ് ഷെല്ലിൽ ഇഷ്ടം പോലെ ഇലക്ട്രോൺസ് ഉണ്ട്. സോ ദേ ആർ മേക്കിംഗ് മോർ ബോൺസ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ കൂടുന്നതിനനുസരിച്ച്, അത് DNF പഠിക്കും, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ബോണ്ട് ഉണ്ടാവും, സ്ട്രെങ്ത് ഓഫ് ബോണ്ട് ഇൻക്രീസസ്. മെറ്റാലിക് ബോണ്ടിന്റെ നേച്ചറാണ്, എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടോ അത്രയും ബോണ്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ അയണിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടോ എന്ന്. അത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എക്സൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 3d6 എന്ന് പറഞ്ഞാൽ എന്താ, 1 2 3 4. ഓക്കെ, 1 2 3 4 5 6. ഇതിന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ 4 വാലൻസ് ഇലക്ട്രോൺസിൽ 4 എന്തുണ്ട്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ദേ ആർ മേക്കിംഗ് മോർ ബോൺസ്. സോ ദ സ്ട്രെങ്ത് ഓഫ് അയൺ വെരി സ്ട്രോങ് ആണ്, സോഡിയം സോഫ്റ്റ് ആണ്. കാരണം ദ സ്ട്രെങ്ത് ഓഫ് മെറ്റാലിക് ബോണ്ടിങ് ഈസ് വെരി ലെസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓൺലി 1 അൺപെയർഡ് ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെൽ. ഓക്കെ, അപ്പോൾ ആ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും താഴേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. കാരണം സൈസ് കൂടുന്നതിനനുസരിച്ച് മെറ്റാലിക് ബോണ്ടിന്റെ സ്ട്രെങ്ത് എന്തായും കുറയും. ഒരു മെറ്റാലിക് ബോണ്ട് എപ്പോഴാണ് സ്ട്രോങ്, ഒരു ബോണ്ട് എപ്പോഴാണ് സ്ട്രോങ് ആവുന്നത്, ഇവിടെ ഒരു ആറ്റം, ഇവിടെ ഒരു ആറ്റം, ഇതിന്റെ ന്യൂക്ലിയസ്, ഇതിന്റെ ന്യൂക്ലിയസ്, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ. അപ്പോൾ ഇതിന് ഈ ഇലക്ട്രോണിനെയും ഈ ഇലക്ട്രോണിന്റെ മേലും ഒരു അട്രാക്ഷൻ വേണം. അതേപോലെ ഈ ന്യൂക്ലിയസിന് ഇതിന്റെ മേലും ഒരു അട്രാക്ഷൻ വേണം. അതൊരു സ്മോളർ ആറ്റത്തിനാണ് സാധ്യമാവുക. വലിയ ആറ്റമാകുമ്പോൾ ന്യൂക്ലിയസിൽ നിന്നും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ആസ് ദ സൈസ് ഇൻക്രീസസ് ദ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ദ ഫ്ലെയിം കളർ. ഇവിടെ ലിഥിയത്തിന് ഒരു കളർ ഉണ്ട്, ക്രിംസൺ റെഡ്, ഗോൾഡൻ യെല്ലോ, പൊട്ടാഷ്യം പെയിൽ വയലറ്റ്, and that is also known as lilac color, lilac. Okay, and the reddish violet and sky blue.
When alkali metals or their salts are heated in a flame of Bunsen burner, they impart characteristic color to the flame. കാരണം എന്താ, ആൽക്കലി മെറ്റലിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഓക്കെ, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ, ആൻഡ് ദേ ആർ ലൂസ്ലി ബൗണ്ട്. നമ്മളിപ്പോൾ സോഡിയം എടുക്കുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ 11, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 1s2, 2s2, 2p6, 3s1 ആണ്. 3s1 എന്ന് പറയുമ്പോൾ അവിടെ 3p0, 3d0 ഉണ്ട്, വാക്കന്റ് ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അവിടെ എനർജി കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രോൺ അടുത്ത ഓർബിറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യും, ഓക്കെ, അവിടെ നിന്ന് ട്രാൻസിഷൻ നടക്കും, എന്നിട്ട് അത് തിരിച്ചു വരും ഒരു ഹയർ ഓർബിറ്റിലേക്ക്, എന്ത് ചെയ്യും, ഓർബിറ്റലിലേക്ക് അത് ട്രാൻസിഷൻ നടത്തി തിരിച്ചു വരുമ്പോൾ കിട്ടിയ എനർജി അവർ റിലീസ് ചെയ്യും, ഓക്കെ. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ട്രാൻസിഷൻ ആണ്. നമ്മൾ ഡി ബ്ലോക്കിൽ പഠിച്ച് ഡി ട്രാൻസിഷൻ, അതേപോലെ ഇത് ഡി ട്രാൻസിഷൻ അല്ല, ഇവിടെ ഒരു രണ്ട് അഡ്ജസൻ്റ് ഓർബിറ്റലുകൾ തമ്മിലുള്ള ഒരു ട്രാൻസിഷൻ നടക്കുന്നത് കൊണ്ടാണ് അത് ലൂസ്ലി ബൗണ്ടുമാണ്. കാരണം ഇവിടെ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്, ഓക്കെ. അതുകൊണ്ട് ഈ 3s പെട്ടെന്ന് നഷ്ടപ്പെടുത്താൻ ഇവർക്ക് സാധിക്കും. കാരണം എന്താണ്, അവരുടെ അയണൈസേഷൻ എന്താൽപ്പി വെരി ലോ ആണ്, ഓക്കെ. ആൽക്കലി മെറ്റൽസ് ഹാവ് ലോ അയണൈസേഷൻ എനർജി, therefore electron present in their atoms get readily excited to higher energy states by absorbing energy from the visible region of the light, okay. When these electrons jump back to their ground state, they emit energy in the form of radiation. These radiation fall in the visible region, imparting characteristic coloration to the flame. അതിൽ ഓരോ ഫ്ലെയിമിൻ്റെയും കളർ എന്ത് എന്നുള്ളത് കൂടി പഠിച്ചു വെക്കണം, ഓക്കെ. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ആദ്യത്തത് റിയാക്ടിവിറ്റി ടുവേർഡ്സ് എയർ. റിയാക്ടിവിറ്റി ടുവേർഡ്സ് എയർ എന്ന് വെച്ചാൽ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ ആൻഡ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് നൈട്രജൻ ആണ്. ആൻഡ് ഓൾ ദി എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് ആൽക്കലി metals reacting with oxygen to form either oxides, peroxides or superoxides, okay. Adil lithium is forming its oxide, and sodium is forming peroxide, and potassium, rubidium and cesium is forming superoxide, okay. Adil lithium മാത്രമാണ് നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. 6Li plus N2 gives 2Li3N, lithium nitrate. Only lithium is reacting with nitrogen, okay. And other elements, lithium and other elements are reacting with oxygen to form oxides, peroxides or superoxide. അതിൽ ആരാണ് ഓക്സൈഡ് ഉണ്ടാവുന്നത്, ആരാണ് പെറോക്സൈഡ് ഉണ്ടാവുന്നത്, ആരാണ് സൂപ്പർ ഓക്സൈഡ് ഉണ്ടാവുന്നതെന്ന് നോക്കുക, ഓക്കെ. ഇതിൽ സൂപ്പർ ഓക്സൈഡ്സ് ആർ ഓൺലി സ്റ്റേബിൾ വിത്ത് ഹെവിയർ എലമെൻറ്റ്സ്, അതായത് പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യവുമായിട്ട് മാത്രമാണ്, ഹെവിയർ എലമെൻസുമായിട്ട് മാത്രമാണ് അവർ സ്റ്റേബിൾ ആയിട്ടുള്ളത്. കാരണം ഒരു പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ KO2 എടുത്താലും KO2 പൊട്ടാഷ്യം +1, ഇത് -12 × 2 ആണ്, ഓക്കെ. അപ്പോൾ O2 -1 ആണ്, O2 -1. അപ്പോൾ ഈ O2 -1 എന്ന് പറയുന്ന ഒരു മോളിക്കുലാർ അയോണിനെ ഒരു പൊട്ടാഷ്യം അയോണിൻ്റെ ലാറ്റിസിലേക്ക് എന്ത് ചെയ്യണം, അട്രാക്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു സോളിഡ് ഉണ്ടാവണം, ഓക്കെ. ഇപ്പോൾ ഒരു K+, ഒരു O2-. അപ്പോൾ ഈ O2- പോലെയുള്ള ഒരു ലാർജർ ആനയോണിനെ ഓക്യുപ്പൈ ചെയ്യണമെങ്കിൽ ഒരു ലാർജർ കാറ്റയോൺ വേണം. അപ്പോൾ സ്മോളർ അയോൺസിൽ ഇത് പറ്റില്ല, ഓക്കെ. നിങ്ങളിപ്പോൾ ലിഥിയം Li2O എടുത്താൽ ഇവിടെ ഇത് O-2 ആണ്, ലിഥിയം +1 ആണ്. ഇവിടെ 2 ലിഥിയത്തിൻ്റെ ലാറ്റിസിലാണ് ഓക്സിജൻ ഓക്യുപ്പൈ ചെയ്യേണ്ടത്. മറ്റത് ഒരു പൊട്ടാഷ്യത്തിൻ്റെ ലാറ്റിസിൽ എന്ത് ചെയ്യണം, O2-നെ ഓക്യുപ്പൈ ചെയ്യണം. സോ ദാറ്റ് സൂപ്പർ ഓക്സൈഡ്സ് ആർ ഓൺലി സ്റ്റേബിൾ വിത്ത് ഹെവിയർ ലാർജർ എലമെൻറ്റ്സ്, ഓക്കെ. And the next is about KO2. This KO2, that is means the superoxide, not only KO2, RbO2 and CSO2 also പാരാമാഗ്നറ്റിക് ആണ്. പാരാമാഗ്നറ്റിക് എന്ന് പറയാനുള്ള കാരണം ഇവിടെ O2- ആണ്, O12- ആണ്, O2- എന്ന് പറയുമ്പോൾ അവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 17 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 17 ഇലക്ട്രോൺസിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ആണ് ഇവിടെ കൊടുത്തത്, ഓക്കെ. ആ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. O2 ആണെങ്കിൽ π*2px1, π*2py1 ആണ്, പാരാമാഗ്നറ്റിക് ആണ്. ഇത് π*2px2, π*2py1, കാരണം ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട്, ഓക്കെ. സോ ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. And the next is reactivity towards water. They are reacting vigorously with water to form their hydroxide. Sodium is reacting vigorously with water to form sodium hydroxide and hydrogen gas. Okay. അതിൽ ഇതിൻ്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ലിഥിയം ലെസ് സോഡിയം ലെസ് പൊട്ടാഷ്യം ലെസ് റുബീഡിയം ലെസ് സീഷ്യം. ഫ്രാൻഷ്യം റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റഡീസിലേക്ക് കൺസിഡർ ചെയ്യുന്നില്ല, ഓക്കെ. അപ്പോൾ അവരുടെ റിയാക്ടിവിറ്റി ഓർഡർ ഇതാണ്. അപ്പോൾ ലിഥിയത്തിനേക്കാളും സോഡിയം വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യും, അതിനേക്കാളും കൂടുതൽ പൊട്ടാഷ്യം വിഗറസ് ആയിട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. കാരണം അവരുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുകയാണ്, ഓക്കെ. ഇപ്പോൾ നമ്മളിവിടെ 2m + 2h2o
gives 2MOH plus H2 എന്ന് എഴുതുമ്പോൾ ഇവിടെ മെറ്റൽ സോഡിയം ആവട്ടെ ലിഥിയം ആവട്ടെ അത് 0 ആണ്, ഇവിടെ അത് +1 ആണ്. അപ്പോൾ ഇലക്ട്രോണെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഓക്സിഡേഷൻ ആണ്, റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓക്കെ, റെഡ്യൂസിങ് ക്യാരക്ടർ ആണത്. അപ്പോൾ ഇലക്ട്രോണെ കൊടുക്കാനുള്ള ടെൻഡൻസി എന്ന് വെച്ചാൽ മെറ്റാലിക് ക്യാരക്ടർ താഴേക്ക് കൂടുകയാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി അവിടെ നമ്മൾ ഒരു ലിഥിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു, LiOH. ഓക്കെ, അതേപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് KOH, റുബീഡിയം ഹൈഡ്രോക്സൈഡ് RbOH, സീഷ്യം ഹൈഡ്രോക്സൈഡ് CSOH. ഇതെടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദെയർ സ്റ്റെബിലിറ്റി? സ്റ്റെബിലിറ്റീൻ്റെ ഓർഡർ എന്താണ്? OH മൈനസ് എന്ന് വെച്ചാൽ OH മൈനസ് ഈസ് എ ലാർജർ ആനയോൺ. OH മൈനസ് ഒരു കാരണം അതിലൊരു O2 മൈനസും ഒരു H+ഉം ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണത്. ആ ലാർജർ ആനയോണുമായിട്ട് സ്റ്റെബിലിറ്റി ഉണ്ടാവണമെങ്കിൽ ലാർജർ കാറ്റയോൺസ് വേണം. സോ എ ലാർജർ ആനയോൺ ഈസ് സ്റ്റെബിലൈസ്ഡ് വിത്ത് എ ലാർജർ കാറ്റയോൺ ആൻഡ് എ സ്മോളർ ആനയോൺ ഈസ് സ്റ്റെബിലൈസ്ഡ് വിത്ത് എ സ്മോളർ കാറ്റയോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്താ? ദാറ്റ് ഈസ് ദിസ് ഓർഡർ. അപ്പോൾ അവിടെ റുബീഡിയം ഹൈഡ്രോക്സൈഡിനാണ് തെർമൽ സ്റ്റെബിലിറ്റി കൂടുതൽ. തെർമൽ സ്റ്റെബിലിറ്റി മീൻസ് വെൻ വി അപ്ലൈ എ തെർമൽ എനർജി ദ എബിലിറ്റി ടു ബിയർ ദാറ്റ് എനർജി, ആ എനർജീനെ ബിയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അത് കൂടുതൽ ആർക്കാണ്? റുബീഡിയം ഹൈഡ്രോക്സൈഡിനാണ്. അതിനേക്കാളും കൂടുതൽ സീഷ്യം ഹൈഡ്രോക്സൈഡിനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി കൂടി നമ്മൾ പറഞ്ഞു. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഡൈഹൈഡ്രജൻ. ആൽക്കലി മെറ്റൽസ് റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ ഓൺ ഹീറ്റിംഗ് ടു ഫോം ഹൈഡ്രേറ്റ്സ്. ദേ ആർ കോൾഡ് അയോണിക് ഹൈഡ്രേറ്റ്സ് ഓർ സാൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റ്സ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, സോഡിയം ഈസ് റിയാക്ടിംഗ് വിത്ത് ഹൈഡ്രജൻ ടു ഫോം സോഡിയം ഹൈഡ്രേറ്റ്. ഓക്കെ, അതേപോലെ ലിഥിയം ഹൈഡ്രേറ്റ്, അതേപോലെ പൊട്ടാഷ്യം ഹൈഡ്രേറ്റ്. ഓക്കെ, അതിലെല്ലാം ഹൈഡ്രജന് -1ഉം ആൽക്കലി മെറ്റലിന് +1ഉം ചാർജാണ്. ആൻഡ് ദീസ് അയോണിക് ഹൈഡ്രേറ്റ്സ് ഓഫ് ആൽക്കലി മെറ്റൽസ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ദാറ്റ് ഫോം ഹൈഡ്രോക്സൈഡ്. Lithium hydrate forms lithium hydroxide, sodium hydrate forms sodium hydroxide, potassium hydrate form potassium hydroxide. ഇനി ഇവരുടെ ഈ ഹൈഡ്രേറ്റുകളുടെ സ്റ്റെബിലിറ്റി, അതായത് നമ്മൾ ലിഥിയം ഹൈഡ്രേറ്റ് എടുക്കുന്നു, സോഡിയം ഹൈഡ്രേറ്റ് എടുക്കുന്നു, പൊട്ടാഷ്യം ഹൈഡ്രേറ്റ് എടുക്കുന്നു, അതേപോലെ റുബീഡിയം ഹൈഡ്രേറ്റ് എടുക്കുന്നു ആൻഡ് സീഷ്യം ഹൈഡ്രേറ്റ് എടുക്കുന്നു. ഇവരുടെ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ H- ഈസ് എ സ്മോളർ അയോൺ. Okay, and Li+ is a smaller ion. A smaller anion is stabilized with a smaller cation. Okay, അതായത് ആ ഒരാൾ അയോണിക് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ട്. ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് ദ 3-dimensional arrangement of particles. In this case, the 3-dimensional arrangement of ions in space. Okay, അതാണ് സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രിസ്റ്റൽ ലാറ്റിസ് എത്രത്തോളം സ്ട്രോങ് ആവുന്നു അത്രത്തോളം എന്തുണ്ട്? ഇതിന് സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു സ്മോളർ കാറ്റയോണും ഒരു സ്മോളർ ആനയോണും വരുമ്പോൾ സ്മോളർ കാറ്റയോണിന് സ്മോളർ ആനയോണിനെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എപ്പോഴും സ്മോളർ കാറ്റയോണാണ് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അവിടെ ലാർജർ ആനയോൺസ് വരുമ്പോൾ അട്രാക്ട് ചെയ്യുമെങ്കിലും ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു സ്റ്റേബിൾ ബോണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് ഹൈഡ്രോക്സൈഡിനകത്ത് എന്ത് വന്നത്? അൺസ്റ്റേബിൾ ആയത്, സ്മോളർ കാറ്റയോണിന്റെ കൂടെ അൺസ്റ്റേബിൾ ആയത്. അപ്പോൾ നമ്മൾ പറയും ലിഥിയം ഹൈഡ്രേഡിൽ ഹൈഡ്രേഡ് അയോൺ ഒരു സ്മോളർ അയോൺ ആയതുകൊണ്ട് അവിടെ അട്രാക്ഷൻ കൂടുതലാണ്, സ്മോളർ അയോൺ ആയതുകൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ പെർഫെക്റ്റ് ക്രിസ്റ്റൽ ലാറ്റിസിനെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി കൂടുതലാണ്, തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ലാറ്റിസ് എൻതാൽപ്പി കൂടുതലാണ്. ലാറ്റിസ് എൻതാൽപ്പി മീൻസ് എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഇൻ എ അയോണിക് സോളിഡ്. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ Li+നെയും H- സെപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായ എനർജി നമ്മൾ തെർമോഡൈനാമിക്സ് ഡിസ്കസ് ചെയ്തതാണ്, അത് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു സ്മോളർ കാറ്റയോണിന്റെ കൂടെ സ്മോളർ ആനയോൺ സ്റ്റേബിൾ ആണ്, പക്ഷെ ലാർജർ ആനയോൺ സ്റ്റേബിൾ അല്ല. അപ്പോൾ ഓർഡർ മാറും. ഇവിടെ സ്മോളർ ആനയോൺ ആയതുകൊണ്ട് ദ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഈസ് ജസ്റ്റ് ദ റിവേഴ്സ് ആസ് ദാറ്റ് ഓഫ് ഹൈഡ്രോക്സൈഡ്. Lithium hydride more stable than sodium hydride, that is more stable than rubidium hydride, that is more stable than cesium hydride, because as the lattice enthalpy increases, the stability increases. Okay, അപ്പോൾ സൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ലാറ്റിസ് എനർജി കുറയും. ലാറ്റിസ് കാരണം ലാർജർ കാറ്റയോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, and the next is reactivity towards halogen. ഇത് നമ്മൾ എവിടെയും പഠിക്കും. that we will study in p block also. Okay, കാരണം halogen is a p block elements, halogens are p block elements, and alkali metals reacts directly with halogen to form halides of general formula mx, for example NaCl.
ഓക്കെ, അതിൻ്റെ റിയാക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഹാലജൻ ഈസ് എ പെർഫെക്റ്റ് നോൺ മെറ്റൽ ആണ്. അപ്പോൾ ഇവിടെ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലുള്ള ആൾക്ക് കൂടുതൽ റിയാക്ടിവിറ്റി ഉണ്ടാവും. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുമ്പോൾ Na+1 ക്ലോറിൻ Cl-1 ആണ്. അപ്പോൾ Na+1 എന്ന് വെച്ചാൽ ഇലക്ട്രോണെ കൊടുക്കാനുള്ള കപ്പാസിറ്റി, അത് ആർക്കാ കൂടുതൽ? ഇറ്റ്സ് ഡൗൺ ദ ഗ്രൂപ്പ്, ഇറ്റ്സ് ഇൻക്രീസസ്. അപ്പോൾ ഇവരുടെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ലിഥിയം ലെസ് ദാൻ, സോഡിയം ലെസ് ദാൻ, പൊട്ടാഷ്യം ലെസ് ദാൻ, റുബീഡിയം ലെസ് ദാൻ സീഷ്യം ആണ്. ഓക്കെ, അതേപോലെ അവിടെ ഹാലജന്റെ ഒരു റിയാക്ടിവിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ, ക്ലോറിൻ ഗ്രേറ്റർ ദാൻ, ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയോഡിൻ ആണ്. ഓക്കെ, അത് നമ്മൾ ഹാലജൻസിൽ പഠിക്കുന്നതാണ്. ഓൾവേസ് ഹാലജൻസ് F2 മോർ റിയാക്റ്റീവ് ആവുള്ള കാരണം ഇവിടെ ലോൺ പെയറുകളുണ്ട്. ആ ലോൺ പെയറുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? റിപ്പൽഷൻ കൂടുതലായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഓർഡർ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റിൻ്റെ ഓർഡർ എന്തായിരിക്കും? നമുക്ക് NaCl ഉണ്ട്, KCl ഉണ്ട്, അതേപോലെ തന്നെ സീഷ്യം ക്ലോറൈഡ് ഉണ്ട്, അതേപോലെ തന്നെ റുബീഡിയം ക്ലോറൈഡ് ഉണ്ട്, അതേപോലെ ലിഥിയം ക്ലോറൈഡ് ഉണ്ട്. ഞാൻ ലിഥിയം ക്ലോറൈഡിനെ മാറ്റി എഴുതാനുള്ള കാരണം ലിഥിയം ക്ലോറൈഡ് ഈസ് കൊവാലന്റ്. എങ്ങനെ ലിഥിയം ക്ലോറൈഡ് കൊവാലന്റ് ആവുന്നത്? അത് നമുക്ക് ഫെജാൻസ് റൂൾ വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഫെജാൻസ് റൂൾ അനുസരിച്ച് ഇവിടെ എല്ലാം ക്ലോറിൻ ആണ് ഞാൻ എടുത്തത്, സെയിം ഹാലജൻ ആറ്റമാണ്. സോ ആസ് ദ സൈസ് ഓഫ് കാറ്റയോൺ ഡിക്രീസസ്, സ്മോളർ ദ കാറ്റയോൺ ഹയർ ദ പോളറൈസിങ് പവർ. ഇവിടെ ചാർജ് എല്ലാവർക്കും +1 ആണ്. അപ്പോൾ ചാർജും അതേപോലെ റേഡിയസും നോക്കിയിട്ടാണ് നമ്മൾ ഒരാളുടെ പോളറൈസിങ് പവർ തീരുമാനിക്കുന്നത്. പോളറൈസിങ് പവർ കൂടുമ്പോൾ കൊവാലന്റ് ക്യാരക്ടർ കൂടും. അപ്പോൾ ലിഥിയത്തിന് സ്മോളർ ദ സൈസ് ഹയർ ദ പോളറൈസിങ് പവർ, ഹയർ ദ എബിലിറ്റി ടു പോളറൈസ് ആൻ ആനയോൺ. അപ്പോൾ ആ പോളറൈസേഷൻ കൂടുമ്പോൾ കൊവാലന്റ് ക്യാരക്ടർ കൂടും. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഫെജാൻസ് റൂൾ. അതുകൊണ്ട് തന്നെ ലിഥിയം ക്ലോറൈഡ് ഈസ് പ്രിഡോമിനന്റ്ലി കൊവാലന്റ്. ഓക്കെ, ആ കൊവാലന്റ് ക്യാരക്ടർ താഴേക്ക് ഡിക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് അയോണിക് ആണ്, പൊട്ടാഷ്യം ക്ലോറൈഡ് അതിനേക്കാളും അയോണിക് ആണ്, സീഷ്യം ക്ലോറൈഡ് അയോണിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്തു, റുബീഡിയം ക്ലോറൈഡിൽ എത്തിയപ്പം അയോണിക് ക്യാരക്ടർ മാക്സിമം ആയിട്ടുണ്ട്. അപ്പോൾ അയോണിക് സോളിഡുകൾക്ക് ഒരു പ്ലസും മൈനസുമാണ് അയോണിക് സോളിഡിലുള്ളത്, ഒരു കാറ്റയോണും ആനയോണുമാണ്. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡിലും പൊട്ടാഷ്യം ക്ലോറൈഡിലും അതേപോലെ റുബീഡിയം ആൻഡ് സീഷ്യം ക്ലോറൈഡുകളിലും ഉള്ളതിനേക്കാളും ലീസ്റ്റ് അട്രാക്ഷൻ ആണ് ലിഥിയം ക്ലോറൈഡിലുള്ളത്. അപ്പോൾ സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ ലിഥിയം ക്ലോറൈഡ് ഏറ്റവും കുറവായിട്ട് വരും. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് കൊവാലന്റ്. ബാക്കിയുള്ളവർ അയോണിക് ആണ്. ഇനി അയോണിക് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യുന്ന സമയത്ത് Cl- Na+ഉം സൈസ് സിമിലാരിറ്റി ഉണ്ട്. ഓക്കെ, ഒരു സിംഗിൾ ആറ്റമുള്ള അയോണാണ്. ഓക്കെ, അപ്പോൾ അവിടെ സ്മോളർ ആനയോൺ ഈസ് സ്റ്റെബിലൈസ്ഡ് വിത്ത് എ സ്മോളർ കാറ്റയോൺ. അപ്പോൾ NaCl ഈസ് മോർ സ്റ്റേബിൾ ദാൻ KCl, ദാറ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ CaCl, ദാറ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ RbCl. ബട്ട് അതിലേക്കാളൊക്കെ സ്റ്റെബിലിറ്റി വരേണ്ടത് ലിഥിയം ക്ലോറൈഡിനാണ്. പക്ഷേ ഡ്യൂ ടു ഇറ്റ്സ് കൊവാലന്റ് character that become least stable. Okay, so the thermal stability of lithium chloride is least. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർക്കുക. ആ ഓർഡറുകളാണ് സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻസിൽ വരിക. ആൻഡ് റെഡ്യൂസിങ് നേച്ചർ മീൻസ് എബിലിറ്റി ടു ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ്. ഇവിടെ ആൽക്കലി മെറ്റൽസ് എല്ലാം ഇലക്ട്രോണെ കൊടുക്കാൻ കഴിയുന്ന ആളുകളാണ്, Na++1 ഇലക്ട്രോൺ. ഓക്കെ, പക്ഷേ ഈ റെഡ്യൂസിങ് ക്യാരക്ടറും അതേപോലെ തന്നെ ഓക്സിഡൈസിങ് ക്യാരക്ടറും പറയുന്ന സമയത്ത് ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള എബിലിറ്റി മാത്രമല്ല അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ അവർക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്, റെഡ്യൂസിങ് ഏജന്റ് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ E0 വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് റിഡോക്സിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മളത് അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ബിക്കോസ് നമ്മളത് ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇലക്ട്രോ കെമിക്കൽ സീരീസും ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് E0 വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ ഇറ്റ്സ് എ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ്. E0 വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വെച്ചാൽ അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ഈസിലി, ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവ് കൂടുതലാണ് എവിടെ? അക്വസ് സൊല്യൂഷനിൽ. കാരണം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും നമ്മളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇലക്ട്രോലൈറ്റിനകത്തുള്ള, അപ്പോൾ നമ്മൾ ഒരു സിങ്ക് റോഡ് ദാറ്റ് ഈസ് ഡിപ്ഡ് ഇൻ Zn2+ സൊല്യൂഷൻ. അപ്പോൾ ഇതൊരു ഇലക്ട്രോലൈറ്റ് ആണ്. അത് സിങ്ക് ക്ലോറൈഡ് ആവാം, സിങ്ക് സൾഫേറ്റ് ആവാം. ഈ ഇലക്ട്രോലൈറ്റും സിങ്ക് എന്ന് പറയുന്ന ഇലക്ട്രോഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, റെഡ്യൂസിങ് ക്യാരക്ടർ ആൻഡ് ഓക്സിഡൈസിങ് ക്യാരക്ടർ എന്ന് നിങ്ങൾ കണ്ടാൽ that we are calculating in aqueous solution. അപ്പോൾ ആദ്യം Na എന്ന് പറയുന്ന സോളിഡ് Na+ എന്ന് പറയുന്ന ഗ്യാസും Na+ എന്ന് പറയുന്ന ഗ്യാസ് ആയിട്ട് മാറണം. Na+ എന്ന് പറയുന്ന ഗ്യാസ് ആയിട്ട് മാറണം. ആ Na+ ഗ്യാസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് അത് Na+ അക്വസ് ആവുമ്പോഴാണ്, അതായത് ഇവിടെ സോളിഡ് ഉണ്ട്, ഇവിടെ
അക്വസ് ഫേസിലുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് എന്ത് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഡിയം സോളിഡ് സോഡിയം ഗ്യാസ് ആവാൻ ഒരു എനർജി ആവശ്യമുണ്ട്. സോഡിയം പ്ലസ് ഗ്യാസ് ആവാൻ അവിടെ അയോണൈസേഷൻ എന്താൽപ്പി ആവശ്യമുണ്ട്. ഓക്കെ, ആദ്യം സോഡിയം സോളിഡ് സോഡിയം ഗ്യാസ് ആവണം, അപ്പോൾ അവിടെ സബ്ലിമേഷൻ എന്താൽപ്പി ആവശ്യമുണ്ട്. അതല്ലേ, നിങ്ങൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാം. സോഡിയം എന്ന് പറയുന്ന സോളിഡിനെ ശ്രദ്ധിക്കുക, എനിക്ക് സോഡിയം ഗ്യാസ് ആക്കണം. ആ സോഡിയം ഗ്യാസിനെ എനിക്ക് Na+ ഗ്യാസ് ആക്കണം. ആ Na+ ഗ്യാസിനെ എനിക്ക് Na+ അക്വസ് ആക്കണം. ഓക്കെ, സോഡിയം സോളിഡിനെ സോഡിയം ഗ്യാസ് ആക്കി മാറ്റാൻ ആവശ്യമായ എനർജി ദാറ്റ് ഈസ് സബ്ലിമേഷൻ എന്താൽപ്പി. അവിടെ അതിൻ്റെ അയോണാക്കി മാറ്റാൻ ആവശ്യമായ എന്താൽപ്പി ദാറ്റ് ഈസ് അയോണൈസേഷൻ എന്താൽപ്പി. ആൻഡ് അതിൻ്റെ അക്വസ് ഫേസിലേക്ക് പോകുമ്പോൾ ഉള്ളത് ഹൈഡ്രേഷൻ എന്താൽപ്പി. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റെപ്പിലാണ് ഇത് അതിൻ്റെ അക്വസ് ഫേസിലുള്ള അയോണായിട്ട് മാറുന്നത്. അപ്പോൾ ഈ സോളിഡും ഈ അക്വസ് ഫേസിലുള്ള അയോണും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അതിൻ്റെ E0 വാല്യൂ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ബൈ അപ്ലൈയിങ് ഹെസ്സസ് ലോ ദ എൻതാൽപ്പി ചേഞ്ച് എനർജി ചേഞ്ച് ഇസ് സെയിം വെദർ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആൽക്കലി മെറ്റലിൻ്റെ കാര്യത്തിൽ ദാറ്റ് ഈസ് ദ സം ഓഫ് ദ സബ്ലിമേഷൻ എന്താൽപ്പി പ്ലസ് അയോണൈസേഷൻ എന്താൽപ്പി ആൻഡ് ഹൈഡ്രേഷൻ എന്താൽപ്പി. അപ്പം നമ്മൾ ഇവരുടെ അയോണൈസേഷൻ എന്താൽപ്പി മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അയണൈസേഷൻ എന്താൽപ്പി നോക്കുമ്പോൾ അയണൈസേഷൻ എന്താൽപ്പി ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? നമ്മളുടെ ഏറ്റവും താഴെയുള്ള സീഷ്യത്തിനാണ്. നമ്മൾ ഫ്രാൻഷ്യത്തിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്, കാരണം സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാനുള്ള എളുപ്പം, അതായത് ഈസിനെസ് കൂടുകയാണ്. നമ്മൾ പറഞ്ഞു E0 വാല്യൂ ഈസ് ദ സം ഓഫ് സബ്ലിമേഷൻ എന്താൽപ്പി, അയോണൈസേഷൻ എന്താൽപ്പി ആൻഡ് ഹൈഡ്രേഷൻ എന്താൽപ്പി ഇൻ കേസ് ഓഫ് മെറ്റൽസ്. ഓക്കെ, എസ്പെഷ്യലി ആൽക്കലി മെറ്റൽസ്. അതിൽ സബ്ലിമേഷൻ എന്താൽപ്പി പോസിറ്റീവാണ്, അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത് പോസിറ്റീവാണ്, എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ, ആൻഡ് ഹൈഡ്രേഷൻ എന്താൽപ്പി നെഗറ്റീവാണ്. ഓക്കെ, ഇനി ഇവരൊരു റെഡ്യൂസിങ് ഏജന്റ് ആവണമെങ്കിൽ E0 വാല്യൂ എന്താവണം? നെഗറ്റീവ് ആവണം. ഓക്കെ, E0 വാല്യൂ, ദ നെഗറ്റീവ് വാല്യൂ ഓഫ് E0 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ്സ് എ ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്. എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ പെട്ടെന്ന് നടക്കും. E0 നെഗറ്റീവ് ആകുമ്പോൾ ഓക്സിഡേഷൻ പെട്ടെന്ന് നടക്കും, ഇലക്ട്രോണെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ പറ്റും, റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഈ ഹൈഡ്രേഷൻ എന്താൽപ്പി കൂടണം, അപ്പോൾ മാത്രമേ നമുക്ക് E0 വാല്യൂ നെഗറ്റീവ് ആവുള്ളൂ, കാരണം അതർ ടു വാല്യൂസ് ആർ പോസിറ്റീവ്. അപ്പോൾ ഹൈഡ്രേഷൻ എന്താൽപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോക്കുമ്പോൾ ലിഥിയത്തിനേക്കാളും എനർജി കുറവ് മതി സോഡിയത്തിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ, അതിനേക്കാളും കുറവ് മതി പൊട്ടാഷ്യത്തിന്. നമുക്കറിയാം അയണൈസേഷൻ എന്താൽപ്പി ജനറലി ഡിക്രീസസ്, എന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് വാല്യൂ കുറയുന്നുണ്ട്. ആ പോസിറ്റീവ് വാല്യൂ കുറയുന്നതിനനുസരിച്ച് E0 വാല്യൂ നെഗറ്റീവ് ആവാനുള്ള ടെൻഡൻസി കൂടുകയാണ്, കാരണം പോസിറ്റീവ് വാല്യൂ കുറഞ്ഞു പോവുകയാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സോഡിയത്തിൽ നിന്ന് ഇലക്ട്രോണെ റിമൂവ് ചെയ്യുന്നതിനേക്കാളും ഈസിയാണ് പൊട്ടാഷ്യത്തിൽ നിന്ന്, പൊട്ടാഷ്യത്തിൽ നിന്നും ഇലക്ട്രോണെ റിമൂവ് ചെയ്യുന്നതിനേക്കാളും ഈസിയാണ് റുബീഡിയത്തിൽ നിന്ന്, അതിനേക്കാളും ഈസിയാണ് സീഷ്യത്തിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഇവരുടെ റെഡ്യൂസിങ് നേച്ചർ നോക്കുമ്പോൾ ഇതാണ് ഓർഡർ. പക്ഷേ ഇതിനേക്കാളും ഒക്കെ മാക്സിമം ആയിട്ട് ലിഥിയത്തിനുണ്ട്. ലിഥിയം ഈസ് ദ സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് എമംഗ് ദിസ് ഗ്രൂപ്പ്. കാരണം എന്താ? That is not due to its ionization enthalpy. Ionization enthalpy വലിയ പോസിറ്റീവ് വാല്യൂ ആണ്, പക്ഷേ ആ പോസിറ്റീവ് വാല്യൂവിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹൈഡ്രേഷൻ എന്താൽപ്പി ഇയാൾക്കുണ്ട്. നമ്മൾ ഹൈഡ്രേഷൻ എന്താൽപ്പി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ലിഥിയം ഈസ് ഹാവിംഗ് മാക്സിമം ഹൈഡ്രേഷൻ എന്താൽപ്പി. ഓക്കെ, ആ മാക്സിമം ഹൈഡ്രേഷൻ എന്താൽപ്പി എന്ന് വെച്ചാൽ മാക്സിമം എനർജി റിലീസ് ചെയ്യാണ്, അപ്പോൾ അത് നെഗറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, സ്മോളർ ദ അയോൺ ഹയർ ദ ഹൈഡ്രേഷൻ ടെൻഡൻസി, ഹയർ ദ ഹൈഡ്രേഷൻ എന്താൽപ്പി. സോ ഡ്യൂ ടു ഹയർ നെഗറ്റീവ് ഹൈഡ്രേഷൻ എന്താൽപ്പി, lithium is having higher negative E0 value, does act as the powerful reducing agent in the periodic table, not only in the alkali metals. In the periodic table, the most powerful reducing agent is lithium. Okay, അപ്പോൾ ആൽക്കലി മെറ്റൽ മാത്രം എടുക്കുകയാണെങ്കിൽ what is the order? ആൽക്കലി മെറ്റലിനാണ് നമ്മൾ പറഞ്ഞത് ലിഥിയം ഗ്രേറ്റർ ദാൻ, പിന്നെ ആർക്കാം സീഷ്യം ഗ്രേറ്റർ ദാൻ, RB ഗ്രേറ്റർ ദാൻ, പൊട്ടാഷ്യം ഗ്രേറ്റർ ദാൻ സോഡിയം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ലിഥിയം കഴിഞ്ഞാൽ സോഡിയമാണ്, സോഡിയം കഴിഞ്ഞാൽ പൊട്ടാഷ്യം, പൊട്ടാഷ്യം കഴിഞ്ഞാൽ റുബീഡിയം, റുബീഡിയം കഴിഞ്ഞാൽ സീഷ്യം. ഇതാണ് ആൽക്കലി മെറ്റലിന്റെ ഓർഡർ. അപ്പോൾ ലിഥിയത്തിന് മോസ്റ്റും സോഡിയത്തിന് ലീസ്റ്റുമാണ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. This one is most and this one is least. Okay, the alkali metals are strong reducing agent due to the ability to release electrons, lithium being the most and the sodium the least powerful. The reducing character increases down the group from sodium to cesium because of the decrease in ionization enthalpy. സോഡിയത്തിൽ നിന്നും സീഷ്യത്തിലേക്ക് അയണൈസേഷൻ എന്താൽപ്പിയാണ് റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ ലിഥിയത്തിന്റെ കാര്യത്തിൽ ആ ഒരു ഹയർ നെഗറ്റീവ് വാല്യൂ E0ക്ക് വന്നിട്ട് അതൊരു പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആവാനുള്ള കാരണം അതിന്റെ ഹയർ നെഗറ്റീവ് ഹൈഡ്രേഷൻ എന്താൽപ്പിയാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, and the next is solubility in liquid ammonia.
they are making solution in liquid ammonia. When an alkali metal is added to liquid ammonia, it forms a blue colored solution. Okay, ഇപ്പോൾ ഒരു alkali metal, for example M, അതിലേക്ക് ഞാൻ എക്സ് പ്ലസ് വൈ നമ്പർ ഓഫ് NH3 ആഡ് ചെയ്യുമ്പോൾ ഓക്കെ ഈ എം എന്ത് ചെയ്യും, എം പ്ലസ് ആയിട്ട് മാറും. ആ എം പ്ലസ് എന്ന് പറയുന്ന ആള് NH3യുമായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അവിടെ ബോണ്ട് ചെയ്യും. ഓക്കെ, എത്ര NH3? എക്സ് ടൈംസ്, ഇവിടെ എക്സ് പ്ലസ് വൈ ടൈംസ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു 4NH3 ആണെങ്കിൽ അതിലൊരു 2NH3 അവിടെ ബോണ്ട് ചെയ്തിട്ടുണ്ട്. NH3 ന്യൂട്രൽ ലിഗാൻഡ് ആണ്, സോ ദർ ഇസ് എ പ്ലസ് പിന്നെ അവിടെ എം വിട്ടുകൊടുത്ത ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ NH3യുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് NH3y ടൈംസ് മൈനസ്, ഇലക്ട്രോണിന്റെ മൈനസ് ആണ്, NH3ക്ക് ചാർജ് ഒന്നുമില്ല. ഓക്കെ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. And that unpaired electron, okay, is responsible for its color, and that is blue colored ആണ്. ഓക്കെ, അപ്പോൾ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ആണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അമോണിയേറ്റഡ് ഇലക്ട്രോൺ ആണ് ഇതിന്റെ ബ്ലൂ കളറിന് കാരണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോംപ്ലക്സ്, ഇതൊരു കോംപ്ലക്സ്, ഇതൊരു പോസിറ്റീവ് കോംപ്ലക്സ് കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്, ഇതൊരു നെഗറ്റീവ് കോംപ്ലക്സ് ആണ്. ദ ബ്ലൂ കളർ ഓഫ് ദ സൊല്യൂഷൻ ഇസ് ഡ്യൂ ടു അമോണിയേറ്റഡ് ഇലക്ട്രോൺ, ദാറ്റ് ഈസ് സോൾവേറ്റഡ് ഇലക്ട്രോൺ. ഇവിടെ സോൾവെന്റ് എന്താണ്, വാട്ടർ ആണ്. ഓക്കെ, അമോണിയേറ്റഡ് ഇലക്ട്രോൺ അബ്സോർബ് എനർജി ഇൻ ദ വിസിബിൾ ലൈറ്റ്, they impart blue color to the solution. അബ്സോർബ് ചെയ്യുന്നത് റെഡ് ആണ്, റിലീസ് ചെയ്യുന്നത് എന്താണ്, ബ്ലൂ ആണ്. ദ സൊല്യൂഷൻ ഈസ് പാരാമാഗ്നറ്റിക്. ഇത് ഒരു പാരാമാഗ്നറ്റിക്, കാരണം ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യണം. അതായത് ആൽക്കലി മെറ്റലിന്റെ, അമോണിയന്റെ അളവല്ല കൂട്ടുന്നത്, ആൽക്കലി മെറ്റലിന്റെ അതായത് ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റലിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാണ്. കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ ഇലക്ട്രോൺസ് വരും. അപ്പോൾ ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഈ NH3y ടൈംസ് എന്ന് പറയുന്നത് E2NH3 വിത്ത് അതർ നമ്പർ Z എന്ന് പറയുന്നത് ചിലപ്പോൾ എക്സ് പ്ലസ് വൈ ആയിരിക്കും വിത്ത് 2-. ഓക്കെ, Z എന്ന് പറയുന്നത് Z is equal to normally x plus y. ഓക്കെ, 2-. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. ആ 2 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഡയാമാഗ്നറ്റിക് ആണ്. സോ ആസ് ദ കോൺസെൻട്രേഷൻ of alkali metal increases, that become diamagnetic and the color is bronze color. അത് ബ്രോൺസ് കളർ ആയിട്ട് മാറും. അതായത് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിനകത്ത് കുറച്ച് അമോണിയ എടുത്തു, അതിലേക്ക് ആൽക്കലി മെറ്റൽ ആഡ് ചെയ്തു, അപ്പോൾ അത് ബ്ലൂ കളറാണ്. അത് പാരാമാഗ്നറ്റിക് ആണ്, അത് അമോണിയേറ്റഡ് ഇലക്ട്രോൺ ആണ് അതിന്റെ കാരണം. അതിലേക്ക് നമ്മൾ കൂടുതൽ ആൽക്കലി മെറ്റൽ സോഡിയം ആഡ് ചെയ്ത സമയത്ത് അത് ബ്രോൺസ് കളേർഡ് ആയി. അത് ആ ഒരു കോമ്പൗണ്ട് ആണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിനെ കുറച്ച് സമയം വെക്കുകയാണ്. അതായത് നമ്മൾ കോൺസെൻട്രേഷൻ ഒന്നും കൂട്ടിയിട്ടില്ല, നമ്മൾ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ആയിട്ട് മാറിയ ആള്. അപ്പോൾ എങ്ങനെയുള്ളത്, MnH3x. ഓക്കെ, അവിടെ ഒരു പ്ലസ് ഉണ്ട്, അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം, EnH3y. ഓക്കെ, കാറ്റയോണും ആനയോണും ആയിട്ട് അല്ലാണ്ട് ഒരു കോമ്പൗണ്ട് ആയിട്ട്. ഇതിപ്പോൾ NaCl എന്നുള്ളത് Na+Cl- എഴുതുന്ന പോലെ, അതിന് NaCl എന്ന് എഴുതുന്ന പോലെ ഞാൻ ഇതിന് എഴുതിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോൾ ഇത് അത്ര സ്റ്റേബിൾ ഒന്നുമല്ല. ദിസ് വിൽ ബിക്കം, ഇവിടെ ഈ M എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് M+ ആണ്. ആ M+ NH3യിലുള്ള NH3നെ ഞാൻ NH2H എന്ന് എഴുതാണ്. ഓക്കെ, ഇത് ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ചെയ്തിട്ട് ദിസ് മൈനസ് ആൻഡ് ദിസ് പ്ലസ്. അപ്പോൾ ഇവിടെ ഒരു NH2- അത് M-ഉമായിട്ട് കമ്പൈൻ ചെയ്യും, ദാറ്റ് ഈസ് MnH2. എക്സാമ്പിൾ NaNH2, സോഡമൈഡ് ആൻഡ് റിലീസ് H+. ഇവിടുന്ന് ഈ മെറ്റൽ കൊടുത്തൊരു ഇലക്ട്രോൺ ഉണ്ട്, ആ ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് H+ വിൽ ബിക്കം H2. Okay, so on keeping this blue colored solution, that will form sodamide by releasing hydrogen. Okay, it's very important. And next is salts of oxo acid. Oxo acidകളുടെ സാൾട്ട്, അതിൻ്റെ സ്റ്റെബിലിറ്റിൻ്റെ ഓർഡർ, അതിൻ്റെ സൊല്യൂബിലിറ്റി, ഇതൊക്കെ ഫ്രീക്വൻലി ആസ്കിങ് ക്വസ്റ്റ്യൻ ആണ് ഫ്രം ദിസ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് ഈ സാൾട്സ് ഓഫ് ഓക്സോ ആസിഡ്? ഓക്സോ ആസിഡ് എന്ന് വെച്ചാൽ H2SO4 is an oxo acid, HNO3 is an oxo acid, and H2CO3 is an oxo acid, H3PO4 is an oxo acid. ഓക്കെ, അപ്പോൾ ഓക്സോ ഗ്രൂപ്പുള്ള ആസിഡുകളാണ്. ഈ ആസിഡുകളുടെ സാൾട്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, അതിൽ Na2SO4 അത് സൾഫ്യൂരിക് ആസിഡിൽ നിന്നുള്ള സാൾട്ടാണ്. NaNO3 അത് നൈട്രിക് ആസിഡിൽ നിന്നുള്ള സാൾട്ടാണ്. Na2CO3 അത് കാർബോണിക് ആസിഡിൽ നിന്നുള്ള സാൾട്ടാണ്. Na3PO4 അത് ഫോസ്ഫോറിക് ആസിഡിൽ നിന്നുള്ള സാൾട്ടാണ്. ഇനി H2CO3യിൽ നിന്ന് തന്നെ ഒരു H ആണെങ്കിൽ ദാറ്റ് ഈസ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, NaHCO3. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് Na2SO4, NaNO3, Na2CO3 ആൻഡ് NaHCO3, സോഡിയം ബൈകാർബണേറ്റ്. ഓക്കെ, അപ്പോൾ അവരെയാണ് സാൾട്സ് ഓഫ് ഓക്സോ ആസിഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കാർബണേറ്റ്സ്, നൈട്രേറ്റ്സ്, ഹൈഡ്രജൻ കാർബണേറ്റ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് ആൽക്കലി മെറ്റൽസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നേച്ചർ ഓഫ് കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ്.
കാർബണേറ്റ്സിൽ ലിഥിയം കാർബണേറ്റ് അൺസ്റ്റേബിൾ ആണ്. ഓൺ ഹീറ്റിംഗ് ദാറ്റ് ഫോം ലിഥിയം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓൾ അതർ കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ആർ സ്റ്റേബിൾ. ഓക്കെ, അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിക്കമ്പോസ് ചെയ്യുന്നില്ല. ഓൺലി ലിഥിയം കാർബണേറ്റ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓൺലി ലിഥിയം കാർബണേറ്റ് ഈസ് ഡിക്കമ്പോസ്ഡ് ടു ഫോം ലിഥിയം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ദ സ്റ്റെബിലിറ്റി ഫോളോസ് ഓർഡർ. സ്റ്റെബിലിറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാർബണേറ്റ് ആണ് ഇവിടുത്തെ ആനയോൺ. ഒരു കാർബണും 3 ഓക്സിജനും ഒരു 2 മൈനസും ചേർന്ന ഒരു ലാർജർ ഗ്രൂപ്പ്. ആ ലാർജർ ഗ്രൂപ്പിനെ ആർക്കാണ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുക? ലാർജർ കാറ്റയോൺസിന്. എ ലാർജർ ആനയോൺ ഈസ് ഓൺലി സ്റ്റെബിലൈസ്ഡ് വിത്ത് എ ലാർജർ കാറ്റയോൺ. അതുകൊണ്ട് സ്റ്റെബിലിറ്റി ഓർഡർ ഇതാണ്. ഇതിൽ ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ലിഥിയം കാർബണേറ്റ് ഡിക്കമ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ ഓർഡർ തന്നെയാണ് ഹൈഡ്രജൻ കാർബണേറ്റിനും. ഓക്കെ, ലിഥിയം ഹൈഡ്രജൻ കാർബണേറ്റ് അൺസ്റ്റേബിൾ ആണ്. പിന്നെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആ ഓർഡർ തന്നെ. എന്താണോ കാർബണേറ്റിന്റെ ഓർഡർ ദാറ്റ് ഈസ് ദ സെയിം. ഹൈഡ്രജൻ കാർബണേറ്റ് ഓൾസോ ഫോളോസ് ദ സെയിം ഓർഡർ. ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് വെച്ചാൽ HCO3 മൈനസ് ആണ്. CO3 2 മൈനസിന് പകരം HCO3 മൈനസ് ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇറ്റ് ഫോളോസ് ദ സെയിം ഓർഡർ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് നേച്ചർ ഓഫ് നൈട്രേറ്റ്സ്. നൈട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ LiNO3 ഉണ്ട്. ഓക്കെ, NaNO3 ഉണ്ട്, KNO3 ഉണ്ട് ആൻഡ് എക്സെട്ര. അവിടെ നിന്ന് അങ്ങോട്ട് ലിഥിയം നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ്, പൊട്ടാഷ്യം നൈട്രേറ്റ്. നമുക്ക് ഇപ്പം തന്നെ പറയാൻ പറ്റും സ്റ്റെബിലിറ്റിന്റെ ഓർഡർ എന്താ? സ്റ്റെബിലിറ്റിന്റെ ഓർഡർ ഇതാണ്. കാരണം നൈട്രേറ്റ് ഈസ് എ ലാർജർ ആനയോൺ ദാറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് വിത്ത് എ ലാർജർ കാറ്റയോൺ. ഓക്കെ, സ്മോളർ ദ ആനയോൺ, അതായത് സ്മോളർ ദ ആനയോൺ ദാറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് വിത്ത് എ സ്മോളർ കാറ്റയോൺ, ബട്ട് ലാർജർ ദ ആനയോൺ ദാറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് വിത്ത് എ ലാർജർ കാറ്റയോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലിഥിയം നൈട്രേറ്റ് അൺസ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെ ഇവരും ഡിക്കമ്പോസ് ചെയ്യുന്നുണ്ട്. കാർബണേറ്റ് പോലെയല്ല, ഇവരും ഡിക്കമ്പോസ് ചെയ്യുന്നുണ്ട്. മറ്റത് ലിഥിയം കാർബണേറ്റിന് മാത്രമാണ് ഡിക്കമ്പോഷൻ ഉള്ളത്, മറ്റവർക്ക് ഡിക്കമ്പോഷൻ ഇല്ല. സ്റ്റെബിലിറ്റിന്റെ ഓർഡറും പറഞ്ഞു. ഇവിടെ ലിഥിയം നൈട്രേറ്റ് ഡിക്കമ്പോസ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരും ഡിക്കമ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലിഥിയം നൈട്രേറ്റ് ഡിക്കമ്പോസ് ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റും മറ്റുള്ള എല്ലാവരും ഡിക്കമ്പോസ് ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റും വ്യത്യാസമുണ്ട്. ലിഥിയം നൈട്രേറ്റ് ഡിക്കമ്പോസ് ചെയ്താൽ LiNO3 4 times 4 number on heating gives Li2O plus 4NO2 plus O2 ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അവിടെ അതർ നൈട്രേറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതർ നൈട്രേറ്റ്സ് ഇവിടെ ആ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, ലിഥിയം നൈട്രേറ്റിന്റെ റിയാക്ഷനും തന്നിട്ടുണ്ട്, അതർ നൈട്രേറ്റ്സിന്റെ റിയാക്ഷനും തന്നിട്ടുണ്ട്. ലിഥിയം നൈട്രേറ്റ് ഈസ് ഗിവിംഗ് Li2O 4NO2 plus O2. അതർ നൈട്രേറ്റ്സ് ഗിവ് നൈട്രൈഡ്സ് ആൻഡ് O2. നൈട്രൈഡ്സ് എന്ന് വെച്ചാൽ Na plus and O2 minus. അത് NaNO2, KNO2. ഓക്കെ, ഞാൻ NaNO2 മാത്രം എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന രണ്ടിലും O2 കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ NO2 and Li2O ആണ്, ഇവിടെ NaNO2 and O2 ആണ്, അതേപോലെ KNO2 and O2 ആണ്. ഇവിടെ Li2O ഫോം ചെയ്യാനുള്ള കാരണം ലിഥിയം ഒരു സ്മോളർ അയോൺ ആണ്. ആ സ്മോളർ അയോണിന് NO2 മൈനസ് പോലെയുള്ള ഒരു ലാർജർ ആനയോണിനെ അബ്സ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്റ്റേബിൾ ബോണ്ട് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി കുറവായതുകൊണ്ട് ആദ്യം LiNO2 ഫോം ചെയ്യും, ബട്ട് ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി കൺവേർട്ടഡ് ടു ലിഥിയം ഓക്സൈഡ്. ഓക്കെ, പക്ഷേ മറ്റുള്ളവർക്ക് ലാർജർ ആനയോൺ ആയിട്ടുള്ള NaNO2 ഫോം ചെയ്ത് അത് സ്റ്റേബിൾ ആണ്, പിന്നെ ഹീറ്റ് ചെയ്താലും അവിടെ നിന്ന് എന്ത് ചെയ്യുന്നില്ല, ഡിക്കമ്പോസ് ചെയ്യുന്നില്ല. ഇവിടെ LiNO2 ഫോം ചെയ്തിട്ട് അത് ഡിക്കമ്പോസ് ചെയ്തിട്ടാണ് Li2O plus NO2 ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ലിഥിയം നൈട്രേറ്റിന് ഒരു റിയാക്ഷൻ, NaNO3 ഒരു റിയാക്ഷൻ. ആൻഡ് വാട്ട് ഈസ് ഓർഡർ? ഓർഡർ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. നമ്മൾക്ക് കാർബണേറ്റിനും ഹൈഡ്രജൻ കാർബണേറ്റിനും ഉള്ള അതേ ഓർഡറാണ് നൈട്രേറ്റിനും. ആൻഡ് നെക്സ്റ്റ് ഈസ് സൾഫേറ്റ്. സൾഫേറ്റിനും ഇതേപോലെ തന്നെ. സൾഫേറ്റ് എന്ന് പറഞ്ഞ ഒരു ലാർജർ ആനയോൺ ആണ്, SO4 2 minus. ഓക്കെ, SO4 2 minus. അപ്പോൾ എന്തായിരിക്കും ഓർഡർ? അവിടെ ഓർഡർ ഇതാണ്, Li2SO4 is less stable than എന്താ Na2SO4 that is less stable than K2SO4 etc. ഓക്കെ, അപ്പോൾ തെർമൽ സ്റ്റെബിലിറ്റി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അപ്പോൾ ഈ തെർമൽ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവരുടെ സൊല്യൂബിലിറ്റി, ഇപ്പോൾ പറഞ്ഞ എല്ലാവരുടെയും സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് തെർമൽ സ്റ്റെബിലിറ്റിന്റെ അതേ ഓർഡറിലാണ്. അതായത് സൊല്യൂബിലിറ്റി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. കാരണം താഴേക്ക് പോകുന്നതിനനുസരിച്ച് അയോണിക് നേച്ചർ കൂടുന്നു. അയോണിക് നേച്ചർ കൂടുന്നതിനനുസരിച്ച് വാട്ടറിനകത്തുള്ള സൊല്യൂബിലിറ്റി കൂടും. ഇപ്പോൾ NaCl സൊല്യൂബിൾ ആണ്, എന്നാൽ HCl അതിന് അത്ര സൊല്യൂബിലിറ്റി ഇല്ല. HCl സൊല്യൂബിൾ ആണെങ്കിൽ നമ്മൾ ഹൈ പ്രഷറിൽ അടച്ചു വെക്കണം. ഓക്കെ, HCl ഒരു ഗ്യാസും ആണ്. അപ്പോൾ കവാലൻ മോളിക്യൂളിനേക്കാളും അതിൽ തന്നെ ഇപ്പോൾ H2 ഗ്യാസ് സൊല്യൂബിൾ അല്ലല്ലോ, കാരണം പൊളാരിറ്റി ഇല്ല. എന്നാൽ HClന് ചെറിയൊരു സൊല്യൂബിലിറ്റി ഉണ്ട്, NaCl നന്നായിട്ട് സൊല്യൂബിൾ ആവുന്നുണ്ട്. അപ്പോൾ അയോണിക് ക്യാരക്ടർ പൊളാരിറ്റി കൂടുന്നതിനനുസരിച്ച് സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സൊല്യൂബിലിറ്റി എന്ത് തന്നെയാണ്? സൊല്യൂബിലിറ്റി ഓഫ് എനി സാൾട്സ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ അയോണിക് ക്യാരക്ടർ. Okay, the next is anomalous behavior of the first member of a group. First member of a group എന്ന് വെച്ചാൽ the members of second period elements like lithium, beryllium, boron, carbon, nitrogen, oxygen and fluorine. Okay, അതാണ് anomalous behavior because
the properties of those elements are different from those of the respective group members. Okay, and അതിനൊരു കാരണമുണ്ട്. ഇതിൻ്റെ ഏറ്റവും സ്മോളർ സൈസ്, അതേപോലെ ചാർജ് ടു റേഡിയസ് റേഷ്യോ ഹൈ ആണ്. ചാർജും റേഡിയസ് കുറവായതുകൊണ്ട് ചാർജ് ടു റേഡിയസ് റേഷ്യോ ഹൈ ആണ്. അതേപോലെ തന്നെ ഹൈ അയോണൈസേഷൻ എൻതാൽപ്പിയാണ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്, ആബ്സെൻസ് ഓഫ് വാക്കന്റ് ഡി ഓർബിറ്റൽ. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഇവരുടെ പ്രോപ്പർട്ടീസ് എന്താവുന്നത്, ഡിഫറെൻ്റ് ആവുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഏതാണ്? നമ്മൾ ഈ ഒരു കാരണങ്ങളൊക്കെ പീരിയോഡിസിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് അനോമലസ് ബിഹേവിയർ ഓഫ് ലിഥിയം. ഓക്കെ, അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം. ലിഥിയത്തിൻ്റെ ഒരു അനോമലസ് പ്രോപ്പർട്ടി നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ലിഥിയം ക്ലോറൈഡ് ഈസ് കവാലന്റ് വൈൽ സോഡിയം ക്ലോറൈഡ്, പൊട്ടാഷ്യം ക്ലോറൈഡ്, ഓൾ അതർ ക്ലോറൈഡ്സ് ആർ അയോണിക്. ഓക്കെ, ആൻഡ് when we consider the hardness, lithium is harder while other members are softer metals. The melting point and boiling point are higher than those of other alkali metal. കാരണം ഇവരുടെ മെറ്റാലിക് ബോണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ടാണ് അത് സ്ട്രെങ്ത് കൂടിയതും ഹാർഡർ ആയതും അതേപോലെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഹൈ ആവാനുള്ള കാരണം. ഓക്കെ, കാരണം ഇവരുടെ സ്മോളർ സൈസ് കൊണ്ട് they are making a stronger metallic bond. Lithium is least reactive but the strongest reducing agent among all ആൽക്കലി മെറ്റൽ. ഇവർക്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് നോക്കുകയാണെങ്കിൽ അത് കുറവാണ്. കാരണം സ്മോളർ സൈസ് ആകുമ്പോൾ ദ ഇലക്ട്രോൺസ് വിൽ ബി ഹെൽഡ് സ്ട്രോങ്ലി ബൈ ദ ന്യൂക്ലിയസ്. ബട്ട് ഡ്യൂ ടു ഇറ്റ്സ് സ്മോളർ സൈസ്, its ions like that is Li plus ions are more hydrated and their hydration enthalpy is higher. അതുകൊണ്ട് അതിൻ്റെ E0 വാല്യൂ ദ ഹൈ നെഗറ്റീവ് ആണ്, -3 point something ആണ്. അതുകൊണ്ട് അതൊരു സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓക്കെ, ലിഥിയം റിയാക്ട്സ് വിത്ത് നൈട്രജൻ ടു ഫോം നൈട്രൈഡ്. ലിഥിയത്തിന് നൈട്രൈഡ് ഉണ്ട്, വൈൽ അതർ ആൽക്കലി മെറ്റൽ ഡസ് നോട്ട് റിയാക്ട്സ് വിത്ത് നൈട്രജൻ. ഓക്കെ, ലിഥിയം ക്ലോറൈഡ് ഈസ് ഡെലിക്വസന്റ് ആൻഡ് ക്രിസ്റ്റലൈസസ് ആസ് LiCl2H2O. ദ ഡെലിക്വസന്റ് that is abstracting water molecule 2H2. അത് ലിഥിയം ക്ലോറൈഡ് ഡൈഹൈഡ്രേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്, വൈൽ സോഡിയം ക്ലോറൈഡ്, പൊട്ടാഷ്യം ക്ലോറൈഡ് എക്സെട്ര ഡസ് നോട്ട് എക്സിസ്റ്റ് ആസ് ഇറ്റ്സ് ഹൈഡ്രേറ്റ്സ്. അത് ഹൈഡ്രേറ്റ് ഫോർമേഷൻ്റെ കാരണവും ഇതിൻ്റെ സ്മോളർ സൈസ് തന്നെയാണ്. വാട്ടർ മോളിക്യൂളിനെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കും. ഓക്കെ, ആൻഡ് ലിഥിയം ഹൈഡ്രോക്സൈഡ് ഈസ് എ വീക്ക് ബേസ്. മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് ഹൈഡ്രോക്സൈഡുകളുടെ ബേസിക് നേച്ചർ കൂടും. ഓക്കെ, മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസിക്. ഓക്കെ, മെറ്റൽ ഓക്സൈഡ്സും ബേസിക് ആണ്. നിങ്ങളിപ്പോൾ Na2 എടുക്കുകയാണെങ്കിൽ അത് ബേസിക് ആണ്, കാരണം അതിനെ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്താൽ അത് NaOH കിട്ടും. ഓക്കെ, മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക്. അതേപോലെ അതിൽ ഏറ്റവും വീക്കസ്റ്റ് ബേസ് എന്ന് പറയുന്നത് LiOH ആണ്, കാരണം മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ചാണ് ബേസിക് ക്യാരക്ടർ കൂടുക. ലിഥിയം ഡസ് നോട്ട് ഫോം അസറ്റിലൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് അസറ്റിലിൻ. മറ്റ് മെറ്റലുകൾ, ഫോർ എക്സാമ്പിൾ അസറ്റിലൈഡ് എന്ന് ഉദ്ദേശിച്ചത് CH ട്രിപ്പിൾ ബോണ്ട് CH, അസറ്റിലിനുമായിട്ട് നമ്മൾ സോഡിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയത്തിന് ഹൈ മെറ്റാലിക് ക്യാരക്ടർ ഉണ്ട്. അസറ്റിലിൻ ആണെങ്കിൽ സ്മോൾ അസിഡിക് ക്യാരക്ടർ ഉണ്ട്, ലോ അസിഡിക് ക്യാരക്ടർ. ഓക്കെ, ആ അസിഡിക് ക്യാരക്ടർ കൊണ്ട് ഇവർ H+ കൊടുക്കും. ആൻഡ് യു വിൽ ഗെറ്റ് CH ട്രിപ്പിൾ ബോണ്ട് C മൈനസ് Na പ്ലസ് H+ എന്തായിട്ട് പോകും, Na+ എന്നുള്ള ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഹാഫ് H2. ഇനി രണ്ടാമതൊരു സോഡിയം ആഡ് ചെയ്താൽ CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് 2 സോഡിയം. അപ്പോൾ 2 ഹൈഡ്രോജനും പോയിട്ട് നമ്മൾ ഹൈഡ്രോ കാർബൺസിൽ പഠിക്കുന്നുണ്ട് C ട്രിപ്പിൾ ബോണ്ട് C, ഇവിടെ Na പ്ലസ് H2. അപ്പോൾ ഇതിനെ പറയാം സോഡിയം അസറ്റിലൈഡ് എന്ന, സോഡിയം അസറ്റിലൈഡ് ഓർ സോഡിയം ഇഥൈനൈഡ്. ദിസ് ഇസ് ഡൈ സോഡിയം ഇഥൈനൈഡ് ഓർ ഡൈ സോഡിയം അസറ്റിലൈഡ്. അത് ലിഥിയത്തിന് ഫോം ചെയ്യുന്നില്ല, കാരണം ലിഥിയത്തിന് അസറ്റിലിൻ പോലെയുള്ള ഒരു വീക്ക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള അത്രയും മെറ്റാലിക് ക്യാരക്ടർ ഇല്ല. സോഡിയം ഈവൻ റിയാക്ട്സ് വിത്ത് വാട്ടർ. ഓക്കെ, വാട്ടറുമായിട്ട് വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്, ലിഥിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ സിങ്ക് HCl ആഡ് ചെയ്താൽ സിങ്ക് ക്ലോറൈഡ് ഉണ്ടാവുന്നില്ലേ, കാരണം HCl അത്രയും സ്ട്രോങ് ആസിഡ് ആയതുകൊണ്ട് സിങ്ക് പോലെയുള്ള ഒരു ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിന് പോലും റിയാക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ HCl ലിഥിയം ആഡ് ചെയ്താൽ ലിഥിയം ഒബിയസ്ലി റിയാക്ട്സ്, സോഡിയം ഒബിയസ്ലി റിയാക്ട്സ് വെരി വിഗറസ്ലി, ഈവൻ ദേ ആർ റിയാക്ടിങ് വിത്ത് വാട്ടർ. ഓക്കെ, അപ്പോൾ അസറ്റിലിൻ പോലെയുള്ള ഒരു വീക്ക് ആസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ടുമായിട്ട് ലിഥിയത്തിന് റിയാക്ഷൻ ഇല്ല. ആൻഡ് ദോസ് ആർ ദ അനോമലസ് പ്രോപ്പർട്ടീസ്. അനോമലസ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ റെസ്പെക്റ്റീവ് ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ടുള്ള ഡിഫറൻസ് ആണ്. എന്നാൽ ഇവിടെ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ചില ഗ്രൂപ്പ് മെമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, അതിൻ്റെ സെക്കൻഡ് മെമ്പേഴ്സ് സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ. ഓക്കെ, അപ്പോൾ ലിഥിയത്തിന് സോഡിയവുമായിട്ട് ചില ഡിഫറൻസ് ഉണ്ട്, എന്നാൽ ലിഥിയത്തിന് മഗ്നീഷ്യവുമായിട്ട് ചില സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ്, അതേപോലെ ബെറിലിയത്തിന് അലൂമിനിയമായിട്ട്, ബോറോണിന് സിലിക്കണുമായിട്ട്, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പീരീഡിലുള്ള എലമെൻസ് ആണ്
ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ. തേർഡ് പീരീഡിലെ എലമെന്റ്സ് ആണ് സോഡിയം. ഓക്കെ, ഇത് ഫസ്റ്റ് ഗ്രൂപ്പാണ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പാണ്, ഇത് 13th ഗ്രൂപ്പാണ്, ഇത് 14th ഗ്രൂപ്പാണ്. അപ്പോൾ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എടുക്കുമ്പോൾ 2 കഴിഞ്ഞാൽ 13 ആണ്. അതിൻ്റെ ഇടയിൽ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. അപ്പോൾ സം ഓഫ് ദ എലമെന്റ്സ് ഓഫ് ദ സെക്കൻഡ് പീരീഡ് ഹാവ് സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് വിത്ത് ദാറ്റ് ഓഫ് ദ തേർഡ് പീരീഡ് എലമെന്റ്സ് ഇൻ ദ ഹയർ ഗ്രൂപ്പ്. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് ഹയർ ഗ്രൂപ്പ്. സെക്കൻഡ് പീരീഡിലുള്ളവർക്ക് തേർഡ് പീരീഡിലുള്ളവരുമായിട്ടാണ്, പക്ഷേ അതിൻ്റെ തന്നെ ഗ്രൂപ്പിലല്ല, നെക്സ്റ്റ് ഹയർ ഗ്രൂപ്പ് 1-ന് 2 ആയിട്ട്, 2-ന് 13 ആയിട്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ദ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഷോൺ ബൈ ഡയഗണലി പ്ലേസ്ഡ് എലമെന്റ്സ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് പീരീഡ് ഇൻ മോഡേൺ പീരിയഡിക് ടേബിൾ ഈസ് കോൾഡ് ഡയഗണൽ റിലേഷൻഷിപ്പ്. Lithium shows similarities to magnesium, beryllium shows similarities to aluminum, okay, and boron shows similarities to silicon. ഇവിടെ S-block മാത്രമാണ് ഇവിടെ പറഞ്ഞത്. And what are the diagonal relationship between lithium and magnesium? അപ്പോൾ ഇവിടെ both lithium and magnesium are harder than other elements in the respective group. Both lithium and magnesium form nitrate by direct combination with nitrogen. Li3n ഫോം ചെയ്യുന്നത് പോലെ തന്നെ Mg3n2 ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോത്ത് ലിഥിയം ആൻഡ് മെഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം നോർമൽ ഓക്സൈഡ്സ്. മറ്റുള്ളവർ ആൽക്കലി മെറ്റൽസ് പെറോക്സൈഡ് ഒക്കെ ഫോം ചെയ്യുമ്പോൾ ലിഥിയം ഓക്സൈഡ് ആയിരുന്നു, അതേപോലെ മെഗ്നീഷ്യവും ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ദ ഹൈഡ്രോക്സൈഡ്സ് ഓഫ് ലിഥിയം ആൻഡ് മെഗ്നീഷ്യം ആർ വീക്ക് ബേസസ്. ഓക്കെ, ആൻഡ് ദേ ഡികമ്പോസസ് ഓൺ ഹീറ്റിംഗ്. അൺസ്റ്റേബിളും ആണ്, അതേപോലെ വീക്ക് ബേസസും ആണ്. കാർബണേറ്റ്സ് ഓഫ് ലിഥിയം ആൻഡ് മെഗ്നീഷ്യം ഡികമ്പോസസ് ഈസിലി ഓൺ ഹീറ്റിംഗ് ടു ഫോം ഓക്സൈഡ് ആൻഡ് CO2. മെഗ്നീഷ്യത്തിലൊക്കെ നമ്മൾ അടുത്ത ഗ്രൂപ്പിലാണ് പഠിക്കുന്നത്. ഓക്കെ, കാർബണേറ്റുകൾ ഡികമ്പോസ് ചെയ്യുന്നുണ്ട്, വൈൽ അതർ കാർബണേറ്റ്സ് ആർ സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോത്ത് ലിഥിയം ക്ലോറൈഡ് ആൻഡ് മെഗ്നീഷ്യം ക്ലോറൈഡ് ആർ സൊല്യൂബിൾ ഇൻ എത്തനോൾ. ഓക്കെ, എത്തനോളിൽ സൊല്യൂബിൾ ആവാനുള്ള കാരണം അവർക്ക് കൊവാലൻ ക്യാരക്ടർ കൂടുതലാണ്, അതുകൊണ്ട് ലെസ് പോളാർ ആയിട്ടുള്ള സോൾവെന്റുകളിലാണ് സോല്യൂബിലിറ്റി കൂടുതൽ. ബോത്ത് ലിഥിയം ക്ലോറൈഡ് ആൻഡ് മെഗ്നീഷ്യം ക്ലോറൈഡ് ആർ ഡെലിക്വസൻ ആൻഡ് ക്രിസ്റ്റലൈസസ് ആസ് ഹൈഡ്രേറ്റ്സ്. ലിഥിയം ക്ലോറൈഡ് ക്രിസ്റ്റലൈസ്ഡ് ആസ് ഡൈഹൈഡ്രേറ്റ്, മറ്റത് ഒക്ടാഹൈഡ്രേറ്റ്. ഓക്കെ, ദീസ് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മെഗ്നീഷ്യം, ദാറ്റ് ഈസ് നോൺ ആസ് ഡയഗണൽ റിലേഷൻഷിപ്പ്. And the next is നമ്മൾ ഇതുവരെ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്തത്, പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലി മെറ്റൽസ്. ഓക്കെ, ഇനി നമ്മൾ സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെന്റ് എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽ സോഡിയമാണ്. ഏറ്റവും അബൻഡൻ്റ് ആയിട്ടുള്ള എലമെന്റും സോഡിയമാണ്. കമ്പൈൻഡ് ഫോമിലേക്ക് സോഡിയം ക്ലോറൈഡ്, സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടുകളുടെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ സോഡിയത്തിൻ്റെ കോമ്പൗണ്ടുകൾ ഇവിടെ നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാഷിംഗ് സോഡ ഓർ സോഡ ആഷ്. ഓക്കെ, ആക്ച്വലി സോഡിയം കാർബണേറ്റ് ഈസ് ക്രിസ്റ്റലൈസ്ഡ് ആസ് Na2CO3 10H2O. ഡക്ക ഹൈഡ്രേറ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ വൈറ്റ് പൗഡർ. And its preparation, sodium carbonate is generally prepared by Solvay process. Solvay process is an industrial method of preparation of sodium carbonate from ammonia. Okay, നമ്മൾ എന്ത് ചെയ്യുന്നു, അമോണിയയിൽ കൂടെ അക്വ സൊല്യൂഷൻ ഓഫ് അമോണിയയിൽ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ അത് അമോണിയം കാർബണേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, അങ്ങനെ കിട്ടിയ അമോണിയം കാർബണേറ്റിന് എങ്ങനെ അമോണിയം കാർബണേറ്റ് കിട്ടിയത്? 2NH3 plus H2O plus CO2 gives NH4 twice CO3. This is the first step. Okay, by passing carbon dioxide through an aqueous solution of ammonia, that is first step. Second step ൽ നമ്മൾ ഈ അമോണിയം കാർബണേറ്റ് ഫോം ചെയ്തതിനെടുത്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും കുറച്ചുകൂടി വാട്ടർ ആഡ് ചെയ്യും, എന്നിട്ട് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യും. എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ അമോണിയം കാർബണേറ്റ് അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആയിട്ട് മാറും. അമോണിയം ബൈ കാർബണേറ്റ് ഓർ അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റിന് NH4HCO3യിലേക്ക് നമ്മൾ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, ഇത് NH4 plus and HCO3 minus, ഇത് Na plus and Cl minus. അപ്പോൾ ഇതിൻ്റെ മൈനസും ഇതിൻ്റെ പ്ലസും, ആൻഡ് യു ആർ ഗെറ്റിംഗ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് NaHCO3 പ്ലസ് അമോണിയം ക്ലോറൈഡും ഫോം ചെയ്യും. അപ്പോൾ അവിടെ ഫോം ചെയ്തിട്ടുള്ള സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, നമുക്കിപ്പോൾ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണുള്ളത്. ആ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനെ നമ്മൾ സ്ട്രോങ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു വാട്ടർ മോളിക്യൂളും കാർബൺ ഡൈ ഓക്സൈഡും എലിമിനേറ്റ് ചെയ്തിട്ട് ദാറ്റ് വിൽ ബിക്കം സോഡിയം കാർബണേറ്റ്. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് സോൾവേ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഈ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ഫിൽട്ടർ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ
അതിനെ ഹീറ്റ് ചെയ്യുന്നത്. ഇൻ ദിസ് പ്രോസസ് അമോണിയ ഈസ് റിക്കവേർഡ്. അമോണിയ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അമോണിയ നമുക്ക് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആണ്. ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആയതുകൊണ്ട് ലെസ് കോസ്റ്റിൽ നടത്തണം. അതുകൊണ്ട് ആ അമോണിയനെ റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ വി ക്യാൻ അഗെയിൻ യൂസ് ദാറ്റ്. ഓക്കെ, സോ ഇൻ ദിസ് പ്രോസസ് അമോണിയ ഇസ് റിക്കവേർഡ് വെൻ ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡ്, ഇവിടെ അമോണിയം ക്ലോറൈഡ് ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, കണ്ടില്ലേ ഇവിടെ അമോണിയം ക്ലോറൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ അമോണിയം ക്ലോറൈഡിലേക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ് അമോണിയ ബാക്ക്. That ammonia can again be used for the preparation of ammonium carbonate. That is known as industrial method of preparation or commercial method of preparation. Okay. And this Solvay process cannot be used for the preparation of potassium carbonate. Okay, potassium carbonate prepare ചെയ്യാനും പറ്റില്ല, അതേപോലെ KHCO3 prepare ചെയ്യാനും പറ്റില്ല. ഓക്കെ, പൊട്ടാഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യാനും പറ്റില്ല, പൊട്ടാഷ്യം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യാനും പറ്റില്ല. നിങ്ങൾ നേരത്തെ മെത്തേഡ് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ആദ്യത്തെ 3 സ്റ്റെപ്പ് കഴിഞ്ഞപ്പം അവിടെ അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റുമാണ് ഫോം ചെയ്തത്. അപ്പോൾ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് സ്റ്റേജിൽ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഒരു കോമ്പൗണ്ട് ആണ്, അതിൻ്റെ ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. ആ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനെ ഫിൽട്ടർ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ് പൊട്ടാഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് എങ്കിൽ ദാറ്റ് ഈസ് ഹൈലി soluble in water to be precipitated. അപ്പോൾ precipitate ചെയ്ത് വരില്ല, അതുകൊണ്ട് ഹൈലി സൊല്യൂബിൾ ആയതുകൊണ്ട് അതിനെ റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല, പിന്നീട് ഹീറ്റ് ചെയ്തിട്ട് അതിനെ പൊട്ടാഷ്യം കാർബണേറ്റ് ആക്കി മാറ്റാൻ പറ്റാത്തത് കൊണ്ട് KHCO3 and K2CO3 cannot be prepared by Solvay process. Potassium carbonate cannot be prepared by Solvay process. This is because the solubility of KHCO3 is fairly large, hence it does not precipitate easily in the carbonation tower. Carbonation tower is the apparatus used for, okay, tower is a apparatus used for the preparation of sodium carbonate and sodium hydrogen carbonate by Solvay process. And the next is the properties of sodium carbonate. It's a very easy session. One method of preparation, korchu properties and uses athre ullu. Okay, sodium carbonate is a white crystalline solid. It exists as a decahydrate, Na2CO3, 10H2O. This is also called washing soda. Okay, നമ്മൾ എന്താ പറയുക, അലക്കുകാരെന്നൊക്കെ പറയും. It is readily soluble in water. On heating, the decahydrate loses its water of crystallization to form monohydrate. നമ്മൾ Na2CO3 is exist as is decahydrate. ഓക്കെ, അതിനെ നമ്മൾ ഒരു 373 കെൽവിൻ വരെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ 373 കെൽവിൻ വരെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് Na2CO3.H2O 9H2O അതിൽ നിന്നും എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ഓക്കെ, സോ 37 മോണോഹൈഡ്രേറ്റ്, അതായത് ഓൺ ഹീറ്റിംഗ് അപ് ടു 373 കെൽവിൻ, ഓൺ ഹീറ്റിംഗ് അപ് ടു 373 കെൽവിൻ it loses its water of crystallization to form monohydrate. ആ മോണോഹൈഡ്രേറ്റ് ആണ് Na2CO3.H2 എന്ന് പറയുന്നത്. Above 373 കെൽവിൻ ആണെങ്കിൽ ആ ഒരു വാട്ടർ മോളിക്യൂളൂടി എസ്കേപ്പ് ചെയ്തിട്ട് that will become Na2CO3 plus H2O. ഓക്കെ, ഇവിടെ ആ റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. This is at 373 കെൽവിൻ and this is above 373 കെൽവിൻ. Hope it is clear. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഒരു വൈറ്റ് പൗഡർ ഉണ്ട്, വൈറ്റ് പൗഡർ Na2CO3 എന്ന് പറയുന്നത്, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് സോഡ ആഷ്. ഓക്കെ, ഒരു വൈറ്റ് പൗഡറി നേച്ചറുള്ള ഒരു ആഷ് ആയിരിക്കും അത്, സോഡ ആഷ്. ദ സൊല്യൂഷൻ ഓഫ് Na2CO3 ഈസ് ആൽക്കലൈൻ ഡ്യൂ ടു ഹൈഡ്രോളിസിസ്. സോഡിയം കാർബണേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ വെച്ച് ചിന്തിച്ചാൽ ദാറ്റ് ഈസ് എ സാൾട്ട് ഓഫ് എ സ്ട്രോങ് ബേസ് NaOH ആൻഡ് എ വീക്ക് ആസിഡ് H2CO3. നമ്മൾ ഹൈഡ്രോളിസിസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീക്ക് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും സാൾട്ട് ആയതുകൊണ്ട് ദാറ്റ് ഈസ് ബേസിക്. ഓക്കെ, ആൽക്കലൈൻ ഡ്യൂ ടു ഹൈഡ്രോളിസിസ് നടത്തിയിട്ട് കിട്ടുന്നത് NaHCO3 ആൻഡ് NaOH എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ബേസ് ആണ്. സോ ദാറ്റ് ഈസ് ആൽക്കലൈൻ. ഫൈനലി ദ യൂസസ് ഓഫ് സോഡിയം കാർബണേറ്റ് ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ സോഫ്റ്റനിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ റിമൂവൽ ഓഫ് പെർമനന്റ് ഹാർഡ്നെസ്. നമുക്ക് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനും യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് നോൺ ആസ് വാഷിംഗ് സോഡ പ്രോസസ്. ഇറ്റ്സ് യൂസ്ഡ് ഇൻ ലോണ്ടറിങ്, അതുകൊണ്ടാണ് അതിനെ വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. ആൻഡ് ലോണ്ടറിങ് ആൻഡ് ക്ലീനിങ്. ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഗ്ലാസ്, സോപ്പ്, ബൊറാക്സ് ആൻഡ് കാസ്റ്റിക് സോഡ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഇൻ പേപ്പർ, പെയിൻറ്റ്സ് ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ലബോറട്ടറി റിയേജൻ ബോത്ത് ഇൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. നമ്മൾ സാൾട്ട് അനാലിസിസിലും അതേപോലെ തന്നെ വോള്യൂമെട്രിക് അനാലിസിസിലും യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലബോറട്ടറി റിയേജൻ്റ് ആണ് സോഡിയം കാർബണേറ്റ്. And the next is sodium chloride. Sodium chloride is known as table salt or common salt. Okay, the most abundant source of sodium chloride is seawater. Okay, seawater contains 2.7 to 2.9% by mass of salt.
ഓക്കെ. ആൻഡ് ഇറ്റ്സ് പ്രിപ്പറേഷൻ നോർമലി അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? സീ വാട്ടറിൽ നിന്നാണ്. കോൺസെൻട്രേറ്റഡ് അക്വസ് NaCl പറയുന്ന ഒരു പേരുണ്ട്, ബ്രൈൻ. ഓക്കെ, ബ്രൈൻ. നമ്മൾ അതേപോലെ സലൈൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ സീ വാട്ടർ എന്താണ്? സലൈൻ ആണ് അല്ലെങ്കിൽ ബ്രൈൻ ആണ്. ഓക്കെ. ഇൻ ഇന്ത്യ കോമൺ സാൾട്ട് ഇസ് ജനറലി ഒബ്റ്റെയിൻഡ് ബൈ ദ ഇവാപറേഷൻ ഓഫ് സീ വാട്ടർ. അത് നമുക്ക് ഇക്വിലിബ്രിയം വെച്ച് പറയാൻ പറ്റും. നമ്മൾ സീ വാട്ടർ എടുത്താൽ അവിടെ സോഡിയം ക്ലോറൈഡ് ഉണ്ട്. ആ സോഡിയം ക്ലോറൈഡ് സോളിഡ് എന്ന് പറയുന്നത് ഡിസോൾവ് ചെയ്തിട്ട് Na പ്ലസ് അക്വസും Cl മൈനസ് അക്വസുമായിട്ടാണ് സൊല്യൂഷനിൽ നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാനൊരു ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി ഈ ഇക്വിലിബ്രിയം എന്ത് ചെയ്യുകയാണ്? റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഫോർവേഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ആണ്. ഇവിടെയാണ് സൊല്യൂബിൾ ആണ്, ഇവിടെയാണ് നമുക്ക് സാൾട്ടായിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ഇതൊരു സ്ട്രോങ് ആസിഡിന്റെയും സ്ട്രോങ് ബേസിന്റെയും സാൾട്ടാണ്. അപ്പോൾ കംപ്ലീറ്റ് അയോണൈസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അയോണൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു സലൈനിലേക്ക്, ഒരു സീ വാട്ടറിലേക്ക്, ഒരു ബ്രൈനിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? HCl ഗ്യാസ് അങ്ങ് പാസ് ചെയ്യുന്നു. HCl ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ വാട്ടറിലാണ് പാസ് ചെയ്യുന്നത്. ദാറ്റ് ബിക്കം H പ്ലസ് അക്വസ് പ്ലസ് Cl മൈനസ് അക്വസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, ദർ ഇസ് എ കോമൺ അയോൺ ഈസ് പ്രൊഡ്യൂസ്ഡ്. Common ion effect occurred, and that is a direct application of Le Chatelier principle. So common ion effect is defined as the shift in equilibrium by the addition of a substance like HCl that provides an ion that is already present in the equilibrium. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് എന്താ ഈ സാൾട്ട് ഇങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്ത് വരും. And this is known as crystallization by passing HCl gas. Okay, so crude NaCl is generated obtained by crystallization of brine solution. ഇറ്റ് കണ്ടെയ്ൻ സോഡിയം. ഇതിൽ നമ്മളിപ്പോൾ ബ്രൈൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സലൈൻ എടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ സീ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ സോഡിയം സൾഫേറ്റ് ഉണ്ട്, കാൽഷ്യം സൾഫേറ്റ് ഉണ്ട്, കാൽഷ്യം ക്ലോറൈഡ് ഉണ്ട്, മാഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ട്. ഇതെല്ലാം ഇമ്പ്യൂരിറ്റീസ് ആണ്. ഓക്കെ, ടു ഒബ്റ്റെയിൻ പ്യുവർ സോഡിയം ക്ലോറൈഡ് ദ ക്രൂഡ് സാൾട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ ആളുകൾ ഇൻസൊല്യൂബിൾ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ദ ഇൻസൊല്യൂബിൾ ഇമ്പ്യൂരിറ്റീസ് ആർ ഫിൽറ്റേഡ്. ദ സൊല്യൂഷൻ ഈസ് ദെൻ സാച്ചുറേറ്റഡ് വിത്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്. ഹൈഡ്രജൻ ക്ലോറൈഡ് പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ സാച്ചുറേറ്റ് ചെയ്തെടുക്കും. ക്രിസ്റ്റൽസ് ഓഫ് പ്യുവർ sodium chloride separates out. Calcium and magnesium chloride being more soluble than sodium chloride remains in the solution. അതിൽ കുറേ ആളുകൾ കാൽഷ്യം സൾഫേറ്റ് ഒക്കെ ഇൻസൊല്യൂബിൾ ആയിട്ട് കിടക്കുന്നതാണ്. മഗ്നീഷ്യം സൾഫേറ്റും ഇതൊക്കെ ഇൻസൊല്യൂബിൾ ആണ്. അപ്പോൾ സൊല്യൂബിൾ ആയിട്ട് കിടക്കുന്ന സോഡിയം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും അതേപോലെ തന്നെ കാൽഷ്യം ക്ലോറൈഡുമാണ്. അപ്പോൾ കാൽഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം ക്ലോറൈഡ് മോർ സൊല്യൂബിൾ ആണ്. ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹാർഡ്നെസ് ഓൾസോ. അപ്പോൾ അത് അതിൽ സൊല്യൂബിൾ ആയിട്ട് തന്നെ കിടക്കും. NaCl എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. ഇതിലും എന്തുണ്ട്? കാൽഷ്യം ക്ലോറൈഡിലും കോമൺ അയോൺ Cl മൈനസ് ഉണ്ട്, മഗ്നീഷ്യം ക്ലോറൈഡിലും Cl മൈനസ് ഉണ്ട്, NaCl-ലും Cl മൈനസ് ഉണ്ട്. അപ്പോൾ HCl പാസ് ചെയ്യുമ്പോൾ എല്ലാ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ അതിൽ സൊല്യൂബിലിറ്റി കുറഞ്ഞ ആളാണ് ആദ്യം എന്ത് ചെയ്യുക? ഇൻസൊല്യൂബിൾ സാൾട്ട് ആയിട്ട് പുറത്തേക്ക് വരെ ക്രിസ്റ്റലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അവിടെ സൊല്യൂബിൾ ആയിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് പ്യുവർ ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് അതിൽ നിന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, and the next is the properties of sodium chloride. Sodium chloride melts at 1082 Kelvin. It has a solubility of 36 gram in 100 gram of water at 273 Kelvin. The solubility does not increase appreciably with increase in temperature. And its use, it is the most common use is it is used as a common salt or table salt for domestic purpose. It is used for the preparation of sodium peroxide, sodium hydroxide and sodium carbonate. Sodium carbonate പ്രിപ്പറേഷനിൽ നമ്മൾ അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റിനെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? വി ആർ ആഡിങ് NaCl. ഓക്കെ, NaCl ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റുമാക്കി മാറ്റുന്നത്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, ദിസ് ഈസ് ഓൾസോ നോൺ ആസ് caustic soda. And its preparation, sodium hydroxide is prepared by the electrolysis of sodium. സോഡിയത്തിനെ നമ്മൾ ഒരു കാസ്നർ കെൽനർ സെല്ല്, നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. കാസ്നർ കെൽനർ സെല്ലിൽ ഇലക്ട്രോലൈസ് ചെയ്തിട്ടാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ. അതായത് അക്വസ് NaCl എടുത്തിട്ടാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് സോഡിയം ക്ലോറൈഡിന്റെ ഒരു യൂസ് കൂടിയാണ്. കാത്തോഡ് ഈസ് മേഡ് അപ്പ് ഓഫ് മെർക്കുറി ആൻഡ് ആനോഡ് ഈസ് മേഡ് അപ്പ് ഓഫ് കാർബൺ. ഓക്കെ, കാർബൺ ആനോഡും മെർക്കുറി കാത്തോഡും. സോഡിയം മെറ്റൽ ഈസ് ഡിസ്ചാർജ് അറ്റ് കാത്തോഡ്. അപ്പോൾ സോഡിയം എവിടെ കിട്ടുന്നത് നോക്കുക. മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോഡിയം ഈസ് അറ്റ് കാത്തോഡ്. ഇറ്റ് കമ്പൈൻസ് വിത്ത് മെർക്കുറി ടു ഫോം സോഡിയം അമാൽഗം. ആ ഒരു സോഡിയം അമാൽഗം NaHg എന്ന് എഴുതാം, അതല്ലെങ്കിൽ Na(Hg) എന്ന് എഴുതാം, അല്ലെങ്കിൽ സോഡിയം എന്ന് എഴുതിയിട്ട് അമാൽഗം എന്ന് എഴുതിയാലും മതി. ഓക്കെ, സോഡിയം അമാൽഗം ആയിട്ടാണ് കിട്ടുന്നത്. ആൻഡ് അവിടെ ആനോഡിൽ കിട്ടുന്ന എന്താണ്? ക്ലോറിൻ ഗ്യാസുമാണ്. ഈ സോഡിയം അമാൽഗത്തിന് ഹൈഡ്രോളിസിസ് നടത്തിയിട്ടാണ് നമ്മൾ സോഡിയം മെറ്റൽ എന്ത് ചെയ്യുന്നത്? വേർതിരിച്ചെടുക്കുന്നത്. ആൻഡ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഇസ് ഗിവൺ ഹിയർ. നമ്മൾ പറഞ്ഞു ഇവിടെ ആനോഡ് കാർബൺ ആണ്. ഓക്കെ, കാത്തോഡ് എന്താണ്? മെർക്കുറി ആണ്.
അപ്പോൾ നമുക്ക് NaCl ആണ് നമ്മൾ ഡിസോൾവ് ചെയ്യുന്നത്. NaCl ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ Na പ്ലസും ഉണ്ട് Cl മൈനസും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു കാസ്റ്റ്നർ കെൽനർ സെല്ലുണ്ട്. ഇവിടെ മെർക്കുറി കാത്തോഡ് ഉണ്ട്, Hg, ഗ്രാഫൈറ്റ് ആനോഡ് ഉണ്ട്. ഇവിടെ NaCl എടുത്തിട്ടുണ്ട്, ബ്രൈൻ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ NaCl ബ്രൈൻ എന്ന് പറഞ്ഞാൽ അക്വ സൊല്യൂഷൻ ആണ്, ഡിസോസിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആനോഡിൽ എന്ത് നടക്കണം? ആനോഡിൽ ഓക്സിഡേഷൻ നടക്കണം. ഓക്സിഡേഷൻ ഈസ് ദ റിമൂവൽ ഓഫ്, ഓൾവേസ് ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ, ഓയിൽ എന്നാ പറയാം. ഓക്സിഡേഷൻ ഈസ് ലോസ് ആൻഡ് റിഡക്ഷൻ ഈസ് ഗെയിൻ, ഓയിൽ റിക്. റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ അതേപോലെ നമ്മൾ ഇങ്ങനെയും പറയും, ആനോക്സ് ആൻഡ് റെഡ് കാറ്റ്. ഓക്സിഡേഷൻ റെഡ് കാറ്റ്, ആനോക്സ് എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ അറ്റ് ആനോഡ്, റിഡക്ഷൻ അറ്റ് കാത്തോഡ്. ഓക്കെ, അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കണം, ലോസ് ഓഫ് ഇലക്ട്രോൺ നടക്കണം. ഇതിൽ ഇലക്ട്രോൺ ലൂസ് ചെയ്യാൻ പറ്റുക Cl മൈനസിനാണ്. സോ Cl മൈനസ് ഗീവ്സ് ഹാഫ് Cl2 പ്ലസ് 1 ഇലക്ട്രോൺ. ആൻഡ് കാത്തോഡിൽ മെർക്കുറിയാണ്. മെർക്കുറി എന്ന് പറയുന്ന ആൾ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യും, ലിക്വിഡ് സ്റ്റേറ്റിലുമാണ്. ഓക്കെ, അപ്പോൾ അവിടെ Na പ്ലസ് 1 ഇലക്ട്രോണുമായിട്ട് മെർക്കുറി കാത്തോഡിൽ വെച്ചിട്ട് അത് Na ആയിട്ട് മാറും. ബട്ട് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ആസ് ആൻ അമാൽഗം, സോഡിയം അമാൽഗം. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് ഗിവൺ ഹിയർ. ഓക്കെ, റിയാക്ഷൻ ഈസ് ഗിവൺ ഹിയർ. ദ അമാൽഗം ഈസ് ട്രീറ്റഡ് വിത്ത് വാട്ടർ ടു ഗീവ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ആ സോഡിയം അമാൽഗത്തിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ NaOH പ്ലസ് 2 Hg പ്ലസ് H2 ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് നോൺ ആസ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ എ സെൽ, ഇൻ എ സ്പെഷ്യലി ഡിസൈൻഡ് സെൽ നോൺ ആസ് കാസ്റ്റ്നർ-കെൽനർ സെൽ. ഓക്കെ, and the property sodium hydroxide is a white translucent. And the translucent, transparent wala opaque wala ഇടയിലാണ്, semi transparent ആയിട്ടുള്ള translucent solid. It melts at 591 Kelvin. It readily soluble in water to give strong alkaline solution. നിങ്ങൾക്കറിയാം sodium hydroxide is a strong alkali. Crystals of sodium hydroxide are deliquescent. They can absorb water. They can make bonds with water. The sodium hydroxide solution at the surface reacts with CO2 in the atmosphere to form sodium carbonate. Sodium ഹൈഡ്രോക്സൈഡ് നമ്മൾ എയറിൽ എക്സ്പോസ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ സർഫസ് സോഡിയം കാർബണേറ്റ് ആയിട്ട് മാറും ബൈ റിയാക്ടിംഗ് വിത്ത് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ്. ആൻഡ് ഇറ്റ്സ് യൂസസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പേപ്പർ, സോപ്പ്. അറിയാലോ, സോപ്പ് എന്ന് വെച്ചാൽ സോഡിയം സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് ആണ്. ആ സോഡിയം സാൾട്ട് കിട്ടാൻ വേണ്ടി സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ആഡ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ സിൽക്ക് എക്സെട്ര യൂസ്ഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ബോക്സൈറ്റ്. നമ്മൾ മെറ്റലർജിയിൽ പഠിക്കുന്നുണ്ട്. ലീച്ചിങ്, അല്ലേ, ലീച്ചിങ് പ്രോസസ്സിൽ ലീച്ചിങ് ഓഫ് അലൂമിന, അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ റിയേജന്റ് ആണ്, ദാറ്റ് ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. An important laboratory reagent obviously in petroleum refining and for refining of vegetable oils, in mercerizing cotton fibers, for refining vegetable oils, for preparing various sodium salts like sodium chlorate, hypochlorite, etc. Sodium hypochlorate, sodium chlorate ഒക്കെ chlorite ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, and next is sodium hydrogen carbonate. Sodium hydrogen carbonate is known as baking soda. അപ്പക്കാരം എന്ന് പറയും, baking soda. It is so called because it decomposes on heating to generate bubbles of CO2. നമ്മൾ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ it become Na2CO3 plus H2O plus CO2. 2NaHCO3 gives Na2CO3 plus H2O plus CO2. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ കേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രെഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യും. അപ്പോൾ അവിടെ ഇങ്ങനെ ബ്രിസിൽസ് ഉണ്ടാവും. ഓക്കെ, അത് പോകുന്ന ഒരു വഴി ഒഴിഞ്ഞ് ബ്രെഡിൻ്റെ ഒരു ഫോം അറിയാലോ. അപ്പോൾ അത് ദാറ്റ് മേക്സ് ഇറ്റ് സോഫ്റ്റ്. ഓക്കെ, അതുകൊണ്ടാണ് ആ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യാനുള്ള കഴിവുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സോഡിയം കാർബണേറ്റിനെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് പ്രിപ്പറേഷൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ സാച്ചുറേറ്റിംഗ് സൊല്യൂഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് സോഡിയം കാർബണേറ്റിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് അതായത് സോഡിയം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആയിട്ട് മാറും. ഓക്കെ, ഈ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനെ ഹീറ്റ് ചെയ്താൽ അത് സോഡിയം കാർബണേറ്റ് പ്ലസ് എന്തായിട്ട് മാറും, CO2 ആയിട്ട് മാറും. ദ വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ ഓഫ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ബീയിങ് ലെസ് സൊല്യൂബിൾ ഗെറ്റ് സെപ്പറേറ്റഡ് ഔട്ട്. നമ്മൾ സോഡിയം കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ലെസ് സൊല്യൂബിൾ ആയിട്ടുള്ള സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ത് ചെയ്യും, അവിടെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ ശരിക്കും ഇത് ചെയ്യുന്ന സമയത്ത്, അതായത് സോൾവേ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഉണ്ടാകുന്ന സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. സോ ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂറിങ് സോൾവേ പ്രോസസ് ഓൾസോ. ഇനി നമ്മുടെ കയ്യിലുള്ളത് സോഡിയം കാർബണേറ്റ് ആണ് എങ്കിൽ ആ സോഡിയം കാർബണേറ്റിലേക്ക് അക്വ സൊല്യൂഷനിലേക്ക് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് സാച്ചുറേറ്റ് ചെയ്താൽ മതി. ഓക്കെ, and its uses, this is used as a laboratory reagent. എല്ലാത്തിനും laboratory reagent എന്ന് പറയുന്ന യൂസ് ഉണ്ട്. ബേക്കിംഗ് പൗഡർ, ഫയർ എക്സ്റ്റിങ്ക്വിഷർ. കാരണം
ഫയറിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത്, ഇതിൻ്റെ സ്പ്രേ ആഡ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരും. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എ ഫയർ എക്സ്റ്റിങ്ക്വിഷർ. ഇറ്റ് ഈസ് എ മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ഫോർ സ്കിൻ ഇൻഫെക്ഷൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഇറ്റ് ഓൾസോ യൂസ്ഡ് ആസ് എൻ ആൻറ്റാസിഡ്. Antacid ആണ് because it's a base. Okay, so it decreases the hyperacidity produced in our stomach. Okay, gastric problems ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. And that's all about the some important compounds of sodium. And finally, in alkali earth metals, that is biological importance of sodium and potassium. Okay, sodium ions are found outside the cells. It is located in blood plasma and in the interstitial fluid which surrounds the cell. Complete biology ആണ്. These ions participate in transmission of nerve signals, regulate the flow of water across cell membrane, helps in transport of sugar and amino acids into cell. That is the functions, biological functions of sodium and biological functions of potassium. Potassium ions are the most abundant cation within the cell fluids. Okay, ഇത് എന്താണ് outside the cell ആണ്, മറ്റേ within the cell fluids. They activate many enzymes and participate in the oxidation of glucose to produce ATP. With sodium, it is responsible for the transmission of nerve signals. Transmission of nerve signals അവിടെ എന്തുണ്ട്, ഒരു സോഡിയം പൊട്ടാഷ്യം രണ്ടും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സോഡിയം പൊട്ടാഷ്യം പമ്പ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആൽക്കലി മെറ്റൽസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്ത സെഷനിൽ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ ഇതേപോലെ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.